നിൽക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. 6066 കോടി രൂപയുടെ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ ഈ രാജ്യത്ത് നടത്തിയത്. പ്രീപെയ്ഡ് അഴിമതിയും പോസ്റ്റ് പെയ്ഡ് അഴിമതിയും ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താ പ്രീപെയ്ഡ് അഴിമതി? ആദ്യം ബിജെപിക്ക് പണം കൊടുത്താൽ, ഇലക്ട്രൽ ബോണ്ട് കൊടുത്താൽ അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ വൻകിട പദ്ധതികൾ ബിജെപി കോർപ്പറേറ്റ് കമ്പനികൾ കൊടുക്കും. എന്താ പോസ്റ്റ് പെയ്ഡ്? ആദ്യം ED വിടും, പിന്നെ IT വിടും, പിന്നെ CBI വിടും. അങ്ങനെ കോർപ്പറേറ്റ് കമ്പനികളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കോർപ്പറേറ്റ് കമ്പനികൾ ബിജെപിക്ക് ബോണ്ട് കൊടുക്കും. അങ്ങനെ ആ കേസുകൾ സെറ്റിൽമെന്റ് ആക്കും. അങ്ങനെ 6066 കോടി രൂപ ഈ രാജ്യത്ത് അഴിമതി നടത്തിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അമിത്ഷാ മാത്രമല്ല, നരേന്ദ്രമോദി അടക്കം തീഹാർ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നതാണ് ഈ രാജ്യം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. ബിജെപിക്കെതിരായി, സംഘപരിവാരങ്ങൾക്കെതിരായി രാജ്യവ്യാപകമായി ഓടി നടക്കുന്ന നേതാവാണ് ഇന്ത്യ മുന്നണിയുടെ നായകൻ. ബിജെപിക്കെതിരെ രാഹുൽ ഗാന്ധി മിണ്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. RSSനെതിരെ മിണ്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. രാഹുൽ ഗാന്ധി അല്ലാതെ പിന്നെ ആരാണ് ഈ രാജ്യത്ത് സംഘപരിവാരങ്ങൾക്കെതിരായി സംസാരിക്കുന്നത്? മണിപ്പൂരിൽ വംശീയ കലാപം ഉണ്ടായപ്പോ അവിടെ കോടിയെത്തിയ നേതാവിന്റെ പേരല്ലേ രാഹുൽ ഗാന്ധി? ഉന്നാവോയിൽ, അത്രാസിൽ പാവപ്പെട്ട പെൺകുട്ടികളെ കൂട്ടമാനമകത്തിനിരയായപ്പോ UP-യിലെ പോലീസ് അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറഞ്ഞപ്പോ തന്റെ പ്രിയങ്കരിയായ സഹോദരിയെ ചേർത്തു പിടിച്ചുകൊണ്ട് പോലീസിനെ തള്ളി മാറ്റി അവിടെ കോടിയണഞ്ഞ നേതാവിന്റെ പേരല്ലേ രാഹുൽ ഗാന്ധി? ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് അഹമ്മദ് സാഹിബ് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ കുഴഞ്ഞു വീണപ്പോ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മക്കളെ പോലും ഒന്ന് കാണാൻ അനുവദിച്ചില്ല. അസുഖബാധിതയായി കിടക്കുന്ന ശ്രീമതി സോണിയാഗാന്ധിയെ ഫോണിൽ വിളിച്ച് സോണിയാഗാന്ധിയുടെ കരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ തണുത്തുറഞ്ഞ രാത്രിയിൽ രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്ക് ചെന്ന് വാതിലിന് തട്ടിയിട്ട് ഈ മക്കളെ അഹമ്മദ് സാഹിബിനെ കാണിക്കണമെന്ന് പറഞ്ഞ നേതാവിന്റെ പേരല്ലേ രാഹുൽ ഗാന്ധി? 55 മണിക്കൂറാണ് ആ മനുഷ്യരെ ചോദ്യം ചെയ്തത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? എന്തിനാണ്? മോദിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ, RSSനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ, BJPക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ. എന്നിട്ട് രാഹുൽ ഗാന്ധി BJPക്കെതിരെ മിണ്ടുന്നില്ല എന്നല്ലേ, RSSനെതിരെ മിണ്ടുന്നില്ല എന്നല്ലേ? രാഹുൽ ഗാന്ധി ചോദിച്ചില്ലേ, എന്നെ 55 മണിക്കൂർ ED ചോദ്യം ചെയ്തു, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കേരളത്തിലൊരു മുഖ്യമന്ത്രി ഇല്ലേ, ഒരു അര മിനിറ്റ് എങ്കിലും ചോദ്യം ചെയ്തോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞോ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക്? ആ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ നായകനായി പ്രധാനമന്ത്രി കസേരയിലേക്ക് നടന്നു പോകുമ്പോ അനുകൂലമായി കൈപൊക്കുന്നവർ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോ കൈവിറക്കുന്നവരല്ല നമുക്ക് വേണ്ടത്. കൈവിറക്കാതെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ ചാലക്കുടിയിൽ നിന്ന് ബെന്നി ബേനാൻ ഉണ്ടാകുമെന്നത് ഈ നാടിന്റെ താല്പര്യമാണ്. ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ചാലക്കുടിയിൽ നിന്ന് ബെന്നിച്ചേട്ടൻ ജയിച്ചു പോകുമ്പോ വെറും ഒരു MP ആയിട്ടായിരിക്കില്ല ബെന്നിച്ചേട്ടൻ അവിടെ ഉണ്ടാവുക എന്നത് നമുക്കെല്ലാവർക്കും ഉറപ്പാണ്. ആ ബെന്നിച്ചേട്ടന് 1000 വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF. പ്രിയ സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകളായി നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തിയുടെയും ഒരു കുടുംബാംഗം പോലെ നമ്മളുമായി ഒത്തുജീവിച്ചു പോരുന്ന നമ്മുടെ പഴയ MP ശ്രീ KP ധനപാലൻ നിങ്ങളോട് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തുകൊണ്ട് നിൽക്കുന്നത് പ്രിയപ്പെട്ട
പ്രിയങ്ക ഗാന്ധി അവരൊന്ന് കാണാനും അവരെന്താണ് പ്രസംഗിക്കുന്നത് എന്ന് കേൾക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ ജനാവലി തടിച്ചു കൂടിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് 26-ാം തീയതിയാണ്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ബെന്നി ബെഹനാനാണ്. ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലം എന്നും ഐക്യജനാധിപത്യ മുന്നണിക്ക് വളരെ സ്വാധീനമുള്ള ഒരു നിയോജകമണ്ഡലമാണ്. ഇത്തവണത്തെ പോരാട്ടം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളേക്കാൾ വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തവണ നമ്മൾ 19 പേര് ജയിച്ചു. അതിലൊരാൾ കാര്യം മാറിപ്പോയി. 20-ൽ 19 നമ്മൾ ജയിച്ചു. ഇത്തവണ 20-ൽ 20 സീറ്റും നമുക്ക് ജയിക്കണം. 20 സീറ്റും ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നരേന്ദ്രമോദിയും BJPയും ഇനി രാജ്യത്ത് അധികാരത്തിൽ വന്നാലുള്ള ഭീകരാവസ്ഥയെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ളവരാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നല്ലോ. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് രാഹുൽ ഗാന്ധിയെ ഒരുപാട് ആക്ഷേപം പറഞ്ഞ് അനാവശ്യം പറഞ്ഞിട്ടാണ് പോയത്. ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട്. പക്ഷെ അതിൽ നിന്നും താഴ്ന്ന ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം ഒരു തവണയല്ല 7 പ്രാവശ്യമാണ് നമ്മുടെ കേരളത്തിൽ വന്നത്. അപ്പോൾ 20-ൽ 20 സീറ്റും UDF ജയിക്കുന്ന ഒരു സ്ഥലത്ത് ഓരോ MP എങ്കിലും ജയിച്ചു കിട്ടണം. അതാണ് നരേന്ദ്രമോദിയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അദ്ദേഹം 6-7 തവണ വന്നത്. തെരഞ്ഞെടുപ്പിന് മാത്രമല്ല, അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. പക്ഷേ അങ്ങനെ 7 പ്രാവശ്യം കേരളം സന്ദർശിച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോലും വരാമെങ്കിൽ എന്തുകൊണ്ട് മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനമുണ്ടല്ലോ, അവിടെ ജനങ്ങളാണ് താമസിക്കുന്നത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ മണിപ്പൂർ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഒരു സംസ്ഥാനമാണല്ലോ മണിപ്പൂർ. അവിടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്. BJPയുടെ മുഖ്യമന്ത്രിയാണ് അവിടെ ഭരിക്കുന്നത്. എത്രയോ നാളുകളായി മണിപ്പൂർ കത്തിക്കാളുകയാണ്. ഓരോ ദിവസവും 100 കണക്കിന് മനുഷ്യർ അവിടെ മരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബോംബ് വർഷം നടക്കുകയാണ്. പരസ്പരം വെടിവെച്ചും ആക്രമിച്ചും ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികൾ. ഈസ്റ്റർ കഴിഞ്ഞല്ലോ. നമ്മളെല്ലാം ഈസ്റ്റർ നന്നായി ആഘോഷിച്ചു, പ്രാർത്ഥിച്ചു ദൈവത്തോട്. പക്ഷെ മണിപ്പൂരിലെ ജനങ്ങൾ അവർക്ക് ഈസ്റ്റർ ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ബോംബ് വർഷമാണ്. എപ്പോഴാണ് ഈ ആക്രമണങ്ങൾ? അതുകൊണ്ട് മാത്രമാണോ ഏതാണ്ട് 200ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ അവർ തകർത്തു കളഞ്ഞു? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോലും ഒരു അവസരമില്ല പോലും. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ലേ, മതേതരത്വ രാജ്യമല്ലേ? ജനാധിപത്യവും മതേതരത്വവും നമ്മുടെ ജീവവായുവും പ്രാണവായുവല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ കലാപരിഷിതമായ ഒരു സംസ്ഥാനത്ത് 6 പ്രാവശ്യം
സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനും ഞാനുള്ള വയറ് കാണാൻ വരുന്നത് എനിക്കറിയാം. വന്ന ശ്രീ പ്രധാനമന്ത്രിക്ക് ഒരു ദിവസം മണിപ്പൂർ പോകാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? മണിപ്പൂരിന്റെ സമാധാനത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഒരു പങ്ക് വഹിക്കാനില്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ? രാജ്യം കത്തിക്കൊള്ളുകയല്ലേ? മനുഷ്യരല്ലേ മരിച്ചു വീഴുന്നത്? ഒരു ഭരണാധികാരി എന്ന രീതിയിൽ, പ്രധാനമന്ത്രി എന്ന രീതിയിൽ ആശ്വാസം നൽകേണ്ട, സമാധാനിപ്പിക്കേണ്ട, സാന്നിധ്യം അറിയിക്കേണ്ട പ്രധാനമന്ത്രി ഇത്രയും ഒക്കെ സാഹചര്യം ഉണ്ടായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്. അവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി കക്ഷി പിടിച്ചുകൊണ്ട് ഒരു ഭാഗം ചേർന്നുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്നതിന് കൂട്ടുനിൽക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിൻ്റെ കൂടെയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നാൾ മുതൽ നമ്മൾ കാത്ത് സംരക്ഷിച്ച ജനാധിപത്യവും മതേതരത്വമുണ്ടല്ലോ, ആ മതേതരത്വത്തിന് ഏറ്റവും കൂടുതൽ ആഘാതമേൽക്കുന്ന ഈ കാലഘട്ടം, മനുഷ്യൻ തമ്മിൽ വെറുപ്പിക്കുന്ന, പരസ്പരം സംഘർഷമുണ്ടാക്കുന്ന, അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് സമാധാനപരമായി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യം നിലനിൽക്കുകയാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ ശ്രീ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള എംപിമാർ, ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും അവിടെ പ്രതിഫലിക്കും. നിയമം കൊണ്ടുവന്നാലും പ്രമേയങ്ങൾ വന്നാലും അതിൽ ചർച്ച നടക്കും. ബഹുമാനോടെ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം ഇങ്ങനെ തേപ്പെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും. എന്താ പറയുന്നത്? കേരളത്തിൽ നിന്ന് പോയ എം പിമാരും അവിടെ പോയിട്ട് ഒന്നും പറഞ്ഞില്ല എന്ന്, ഒന്നും മിണ്ടിയില്ല എന്ന്. രാഹുൽ ഗാന്ധി BJP RSSനെ എതിർക്കുന്നില്ല പോലും. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ 4500 കിലോമീറ്റർ നടന്ന് വെയിലും മഴയും മഞ്ഞും കൊണ്ട് ഈ രാജ്യം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ ഭാരത് ജോഡോ, നമ്മൾ ഒരുമിക്കാം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ത്യാഗോജ്വലമായ ഒരു യാത്ര ശ്രീ രാഹുൽ ഗാന്ധി നടത്തുകയുണ്ടായി. കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും ക്ഷീണിച്ചു എന്ന് കാണുമ്പോൾ കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ഒരു നേതൃത്വം അത് സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ യാത്ര തുടങ്ങിയത്. എല്ലാവരും ധരിച്ചു, എങ്ങനെയാണ് ഇത്രയും ദൂരം നടക്കുക? മനുഷ്യന് അസാധ്യമായൊരു കാര്യമാണ്. ആ അസാധ്യമായ കാര്യമാണ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ വരുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മാത്രമല്ല, ഇടപെട്ടുകൊണ്ട്. അങ്ങനെയല്ലേ അദ്ദേഹം മണിപ്പൂരിൽ നിന്ന് വീണ്ടും ബോംബെയിലേക്ക് യാത്ര ആരംഭിച്ചു. 7500 കിലോമീറ്റർ. ഇന്ത്യയിൽ ആകമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ, BJP ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിൽ പ്രതിപക്ഷങ്ങൾക്കും ഭരണകക്ഷികൾക്കും അഭിപ്രായം പറയാൻ, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന നാടാണ് ഇന്ത്യ. പ്രതിപക്ഷങ്ങൾ വളരെ കുറച്ചുപേരെ ഉണ്ടായുള്ളെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് സഖാവ് AK ഗോപാലനായിരുന്നു. നെഹ്റു പ്രസംഗിച്ചു കഴിഞ്ഞാൽ അടുത്തതായി പ്രസംഗിക്കുന്നത് സഖാവ് AK ഗോപാലനാണ്. പ്രതിപക്ഷ നേതാവാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം എന്താണ് പ്രതിപക്ഷങ്ങൾ പറയുന്നത് എന്ന് കേൾക്കാൻ നിറസാന്നിധ്യമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിക്കും, അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തും, ആക്ഷേപങ്ങൾ പറയും പ്രതിപക്ഷം. അതെല്ലാം അദ്ദേഹം സശ്രദ്ധയോട് കേട്ടുകൊണ്ടിരിക്കും. മാത്രമല്ല, പ്രതിപക്ഷങ്ങൾ രാഷ്ട്രീയമായി പറയുമ്പോൾ അതിനെയെല്ലാം രാഷ്ട്രീയമായ മറുപടിയുണ്ട്. പക്ഷേ ഒരു ഭരണാധികാരി എന്ന രീതിയിൽ തന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ട് എന്ന് പ്രതിപക്ഷങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി അത് സ്വീകരിക്കാനും തിരുത്തേണ്ടവ തിരുത്താനും അത് ഉൾക്കൊള്ളാനുമുള്ള ഒരു ജനാധിപത്യ മര്യാദയാണ് നെഹ്റു തുടങ്ങി വെച്ചത്. ഇപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ
പ്രതിപക്ഷങ്ങൾ പറയുന്നത് കേൾക്കാൻ പ്രധാനമന്ത്രിയില്ല. മാത്രമല്ല 241 എംപിമാരെ ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി. എത്ര പേരെയാ? 241 എംപിമാരെ. ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു ഭരണാധികാരിക്ക് ഈ രാജ്യം ഭരിക്കാൻ കഴിയുമോ? അങ്ങനെയാണോ ഈ രാജ്യത്തെ ഭരണമാതൃക? അതാണോ ജനാധിപത്യം? എന്തിനു പറയുന്നു? 4.25 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തോട് ജയിച്ച ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം കളഞ്ഞില്ലേ? ഇതാണോ ജനാധിപത്യം? രാഹുൽ ഗാന്ധി പാർലമെന്റിൽ രൂക്ഷമായി പ്രധാനമന്ത്രി വിമർശിക്കുന്നു. അത് കേൾക്കാൻ പാടില്ല പോലും, ഉൾക്കൊള്ളാൻ പാടില്ല പോലും. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമാണ് ഈ ആക്ഷേപം പറയുന്നത്. അദ്ദേഹം നടത്തിയ 2 യാത്രയും ഇന്ത്യയിൽ മുഴുവൻ നരേന്ദ്രമോദിയുടെ ഭരണത്തിനെതിരെയുള്ള രൂക്ഷമായ വിമർശനം, അതാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ യാത്രയിലുണ്ടായത്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ അദാനി എന്ന് പറയുന്ന, അംബാനി എന്ന് പറയുന്ന വൻകിട മുതലാളിമാർ കോടാനുകോടി രൂപ മുതൽ കൂട്ടുന്നു, കള്ളപ്പണമുണ്ടാക്കുന്നു. അതിന് പ്രധാനമന്ത്രി കൂട്ടുനിൽക്കുന്നു. അദാനി നരേന്ദ്രമോദി കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമ്പോൾ എത്ര, ഇപ്പോ 10 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി എത്ര? കണക്ക് സഹിതമാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി ഒന്നും പറഞ്ഞില്ല പോലും. ഇന്ത്യയിൽ മുഴുവൻ രാജ്യത്ത് സഞ്ചരിച്ച് അദ്ദേഹം പ്രസംഗിച്ചത് ഈ മുഖ്യമന്ത്രിക്കെതിരെയാണോ? ആരാണത്? ഇന്ത്യയുടെ ഭരണാധികാരികൾക്കെതിരെയല്ലേ? ഇന്ത്യയുടെ വർഗീയതക്കെതിരെയല്ലേ? സാമ്രാജ്യത്വത്തിനെതിരെയല്ലേ? ജനാധിപത്യത്തിനും മതേതരത്തിനും വേണ്ടിയുള്ള യാത്രയല്ലായിരുന്നുവോ? ഇന്ത്യയുടെ പാർലമെന്റ് എന്നും കലുഷിതമാകാറുണ്ട്. വിമർശിക്കപ്പെടുമ്പോൾ, ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ, പ്രതിഷേധമായി നടുക്കളത്തിലിറങ്ങിയാൽ MP-മാരെ പുറത്താക്കുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. നമ്മുടെ ശ്രീ ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള MP-മാർ ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ വാച്ചാൻപാട് ഇവരെ പിടിച്ച് പുറത്തു കൊണ്ടുപോയി ചവിട്ടി മതിക്കുന്ന ആ കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. മുഖ്യമന്ത്രി പറയുന്നത് പാർലമെന്റിൽ ഇവരാരും ഒരക്ഷരം മിണ്ടിയില്ല എന്നാണ്. ഇന്ത്യയുടെ പാർലമെന്റ് എണ്ണം കുറവാണെങ്കിലും ഈറ്റ പുലികളെ പോലെ നരേന്ദ്രമോദിക്കെതിരെ ഗർജനം നടത്തുന്ന MP-മാരല്ലേ നമ്മുടേത്? സ്വാഭാവികമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി ഉയർന്നു വരേണ്ടതിന്റെ ആവശ്യകതയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ബെന്നി ബെഹ്നാൻ ജയിക്കണോ, അല്ലെങ്കിൽ അപ്പുറത്ത് മുരളീധരൻ ജയിക്കണോ, അല്ലെങ്കിൽ ഹൈബീഡൻ ജയിക്കുമോ എന്നതിനേക്കാളപ്പുറമായ ഒരു മാനമുണ്ട്. ആ മാനം ഇന്ത്യ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. ഇന്ത്യ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എവിടെയെല്ലാം പാവപ്പെട്ടവരും ന്യൂനപക്ഷങ്ങളും അടിച്ചമർത്തപ്പെട്ടവരുണ്ടോ അവരെ ആശ്വസിപ്പിക്കാൻ ആര്? ശ്രീ രാഹുൽ ഗാന്ധി മണിപ്പൂർ ഓടിച്ചെന്നല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് പോയില്ല. രാഹുൽ ഗാന്ധി അവിടെ പോയി അവരോട് നിങ്ങൾ പരസ്പരം കൊല്ലരുത്, പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കരുത്, നമുക്ക് സമാധാനമുണ്ടാകണം എന്ന് പറയാൻ, ആശ്വസിപ്പിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടില്ല. ശ്രീ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. UP-യിൽ രാത്രിയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ 10-15 ദുഷ്ടന്മാർ ബലാത്സംഗം ചെയ്ത് ഒരു ദളിത് പെൺകുട്ടിയെ കൊല്ലുകയുണ്ടായി. അങ്ങനെ ഈ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത്, പോലീസുണ്ട്, പട്ടാളമുണ്ട്, ഭരണാധികാരികളുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്. ഒരു ദളിത് പെൺകുട്ടിയെ പിച്ചു ചീന്തി ബലാത്സംഗം ചെയ്ത് കൊന്ന് ആ കുട്ടിയുടെ മൃതദേഹം ഒന്ന് കാണാൻ സ്വന്തം സഹോദരന് പോലും അനുവാദം കൊടുത്തില്ല. രാത്രിക്ക് രാമാനം അത് കുഴിച്ചെടുക്കുകയുണ്ടായി, മറവ് ചെയ്യുകയുണ്ടായി. സ്വന്തം സഹോദരൻ, എനിക്ക് ആ മൃതദേഹം ഒന്ന് കണ്ടാൽ മതി. പരാതി ആരോട് കൊടുക്കാൻ? പോലീസ് അവരുടെ കൂടെ, കോടതി അവരുടെ കൂടെ, ഗവൺമെന്റ് അവരുടെ കൂടെ. ദൈവമേ എന്ന് വിളിച്ച് നിലവിളിക്കാനല്ലാതെ കഴിയാത്ത ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധി രാത്രിയിൽ പോകാൻ തീരുമാനിച്ചു. അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ പോലീസ് പട്ടാളം പോകാൻ സമ്മതിക്കില്ല. ആ വീട്ടിൽ, ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അവരെ സമാധാനിപ്പിക്കാൻ പോകാൻ സമ്മതിക്കില്ല.
അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്ന പിറ്റേ ദിവസം പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും കൂടി യാത്രയായി. പ്രിയങ്ക ജീപ്പ് ഓടിച്ചുകൊണ്ട് അതിൽ കയറി. രാഹുൽ ഗാന്ധി, നിങ്ങൾ ആര് തടഞ്ഞാലും ഞങ്ങൾ ആ വീട്ടിൽ പോകും, ആ വീട്ടിലുള്ള അവരുടെ കുടുംബാംഗങ്ങളെ സമാധാനിപ്പിക്കാൻ ഞങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം വരാൻ പോകുന്ന പ്രിയങ്ക ഗാന്ധി ജീപ്പ് ഓടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരുമിച്ച് അവിടെ പോലീസല്ല പട്ടാളം നടന്നാലും ഞാൻ ആ പാവപ്പെട്ടവരുടെ വീട്ടിൽ പോയി അവർക്ക് സമാധാനം അവർക്കുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ആ വീട്ടിൽ പോയ പ്രിയപ്പെട്ട നേതാവാണ് ശ്രീ പ്രിയങ്ക ഗാന്ധി. ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ന് എല്ലാവർക്കും ഒരു അത്താണിയായി നിൽക്കുകയാണ്, ആകാംക്ഷ നിൽക്കുകയാണ്. ആരോടെങ്കിലും പരാതി പറയണ്ടേ? ആരെങ്കിലും ആർക്കും വേണ്ടി സംസാരിക്കണ്ടേ? അതുകൊണ്ട് ഈ പോരാട്ടം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരണം. ഇന്നലെ 102 നിയോജകമണ്ഡലങ്ങളിൽ പോളിംഗ് നടന്നു. ചില സംസ്ഥാനങ്ങളിൽ 75 മുകളിൽ ഉണ്ടായിരുന്നു. ആവറേജ് 65% പോളിംഗ് നടന്നിട്ടുള്ളത്. ഞാനിവിടെ പറയുന്നു, നമുക്ക് 26-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. ഏറ്റവും കൂടുതൽ പോളിംഗ് നമ്മുടെ സംസ്ഥാനത്തുണ്ടാകണം. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം നമ്മുടെ ഓരോ MP-മാർക്കും കൊടുക്കണം. കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടുമുള്ള പ്രതിഷേധം രാജ്യമെങ്ങാടും അമ്പടിക്കുകയാണ്. നമ്മളൊക്കെ സ്ക്വാഡുമായി വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള വീട്ടമ്മമാർ പറയുന്നു, എന്തുകൊണ്ട് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കിക്കൂടാ? ആരെ? പിണറായി വിജയനെ. എന്തുകൊണ്ട് കേന്ദ്രത്തിലെ ഈ ഗവൺമെന്റ് പുറത്താക്കിക്കൂടാ? ആരെ? നരേന്ദ്രമോദിയെ. നമുക്ക് പുറത്താക്കാൻ ആഹ്വാനം ചെയ്താൽ പോരല്ലോ, പുറത്താകണമെങ്കിൽ ഭൂരിപക്ഷം കിട്ടണം. ഇന്ത്യയുടെ പാർലമെന്റിൽ 272 സീറ്റാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ, നരേന്ദ്രമോദിയും കൂട്ടരും പറയുന്നു ഞങ്ങൾക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള 375 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യും. എന്നാലോചിച്ച് നോക്കണം, ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യും എന്ന് ഒരു മുന്നറിയിപ്പാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരിക്കലും അത് ഓർക്കാൻ പോലും കഴിയില്ല. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള ആശ്രയം ആ ഭരണഘടനയാണ്, ജുഡീഷ്യറിയാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്ത് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കശാപ്പ് ചെയ്തുകൊണ്ട് ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തിന് ഉണ്ടാകാൻ ഒരിക്കലും നമുക്ക് അനുവദിച്ചുകൂടാ. അതിന് ഈ സംസ്ഥാനത്തും ഇന്ത്യയിലും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു മുന്നേറ്റം ഉണ്ടാകണം. ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് BJP വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടുകെട്ടാണ്. ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ ഒരുപാട് പ്രയത്നം നമ്മൾ നടത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധി ആദ്യമായി 23 പാർട്ടികളെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്ത് ഒരു മുന്നണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ മുന്നണി ഉണ്ടാക്കാൻ തീരുമാനിച്ച നേതൃത്വം കൊടുത്ത നിതീഷ് കുമാർ ചാടി. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് പോകും, ഒരാൾ അങ്ങോട്ട് പോകും. BJPക്കെതിരെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ച ചെയ്ത് കോൺഗ്രസ് മുന്നോട്ട് പോയി. ഇപ്പോൾ ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം നടക്കുന്ന ഈ പോരാട്ടത്തിൽ നമുക്ക് BJPയെ പരാജയപ്പെടുത്തി ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരണം. നരേന്ദ്രമോദി പറഞ്ഞതുപോലെ, നരേന്ദ്രമോദി വാക്ക് പറയുന്നത് പോലെ നമുക്ക് ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. നമുക്ക് വാക്ക് പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഇന്ത്യയിലെ പെട്രോളിന് 50 രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞു. ഗ്യാസ് അന്ന് 452 രൂപയായി, ഇന്ന് 1100 ഓരോ വീടുകൾക്കും 15 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞു. വിദേശ പണം. 2 കോടി ജനങ്ങൾ യുവാക്കൾക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞു. 10 വർഷം 20 കോടി. മോഡിയുടെ ഗ്യാരണ്ടി എവിടെ പോയി? മോഡി പറഞ്ഞ് എന്തെങ്കിലും നടപ്പാക്കാൻ കഴിഞ്ഞുപോ? മാത്രമല്ല, ഇന്ത്യയുടെ പാർലമെന്റിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് നിയമം കൊണ്ടുവന്നു? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ന് വരെ ഒരുപാട് പ്രധാനമന്ത്രിമാർ, കോൺഗ്രസിന്റെയും അല്ലാത്തതുമായ പ്രധാനമന്ത്രിമാർ ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട്. എന്തിനു പറയുന്നു? BJPയുടെ വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. സ്വാഭാവികമായും ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന പ്രധാനമന്ത്രിമാർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കേണ്ടത്.
ജനങ്ങളുടെ കൂടെ നിന്നാണ് ഭരിക്കേണ്ടത്. അതല്ലാതെ തന്റെ ഇഷ്ടം പോലെ താനാണ് പാർട്ടി, താനാണ് തീരുമാനം, താൻ തന്നെ ഒരേകാധിപതി. ഇവിടെ നാളെ ഇന്ത്യയിൽ ആരായിരിക്കണം പ്രധാനമന്ത്രി? ഇന്ത്യ മുന്നണി കൂടി തീരുമാനിക്കും ആരാണ് പ്രധാനമന്ത്രി എന്ന്. BJP ആരോടും ചോദിക്കുന്നില്ല. വാജ്പേയിയാണ് പ്രധാനമന്ത്രി പോലും. നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി തന്നെ പറയുകയാണ് ഞാനാണ് പ്രധാനമന്ത്രി എന്ന്. അപ്പോൾ ഒരു ജനാധിപത്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന MP-മാർക്ക് അവിടെ അവകാശം സ്ഥാപിക്കാനും അഭിപ്രായം പറയാനും അത് പ്രാവർത്തികമാക്കാനുള്ള ആ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. നമുക്ക് പിണറായി വിജയന്റെ സർക്കാരിൽ നിന്ന് ഒരുപാട് തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾ വാണം പോലെ കുതിച്ചുയർന്നു. സിവിൽ സപ്ലൈ സ്റ്റോറിലോ മാവേലി സ്റ്റോറിലോ സാധനങ്ങളില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ 7 മാസമായി സർക്കാർ ജീവനക്കാർക്ക് 7 മാസമായി കൊടുത്തിട്ട് KSRTയിൽ ശമ്പളമില്ല. പെട്രോൾ അടിക്കാൻ പോലും കാശുമില്ല. ജനറൽ ആശുപത്രിയിൽ പോയാൽ മരുന്ന് വാങ്ങിക്കാൻ മരുന്നില്ല. എല്ലാം പുറത്തോട്ട് എഴുതുകയാണ്. ജനങ്ങളാകെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കുടുംബം മറ്റൊരു തകർന്നുകൊണ്ട് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരെ നമുക്ക് പ്രതികരിക്കണം. നമുക്കൊരിക്കലും മുഖ്യമന്ത്രിയെ പിടിച്ച് 2 അടി കൊടുക്കാൻ കഴിയുമോ? പ്രധാനമന്ത്രിയെ പിടിച്ച് 2 അടി കൊടുക്കാൻ കഴിയുമോ? നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഈ വരാൻ പോകുന്ന പോരാട്ടത്തിൽ 26-ാം തീയതി പോളിംഗ് ബൂത്തിൽ പോയി നമ്മുടെ പ്രിയപ്പെട്ട ചിഹ്നമായ കൈപ്പത്തിയിൽ വോട്ട് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിക്കും പിണറായി വിജയനെതിരെയുള്ള ആ വികാരം പ്രകടിപ്പിക്കാനുള്ള അവസരമാക്കി എടുക്കണം എന്ന് വിനീതമായി സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ 5 വർഷക്കാലം MP ആയി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലും അംഗമായിരുന്നു. നാട്ടിലും പാർലമെന്റിലും വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന ശ്രീ ബെന്നി ബെഹനാനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ എത്ര പറയുന്നു കേരളത്തിലെ 20 സീറ്റിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ചാലക്കുടി പാർലമെന്റിൽ ശ്രീ ബെന്നി ബെഹനാന് കൊടുക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എന്ന് മാത്രം വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. നമസ്കാരം. ജയ് UDF. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി കൊച്ചി വിമാനത്താവളത്തിൽ ഏതാനും സമയത്തിനകം ലാൻഡ് ചെയ്യും. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ ഇവിടെ എത്തിച്ചേരുകയാണ്. അതിന് മുമ്പായി നമ്മളോട് സംസാരിക്കുന്നതിന് പ്രിയങ്കരനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ TN പ്രതാപൻ MP അവരുകളെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള UDFന്റെ പ്രിയങ്കരായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ്, UDFന്റെ സംസ്ഥാന കൺവീനർ കൂടിയായ മുൻ മന്ത്രി ശ്രീ MM ഹസൻ, നമ്മളെല്ലാവരുടെയും പ്രിയങ്കരനായ ഇന്ത്യയുടെ പാർലമെന്റിൽ മതേതരത്വത്തിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ഇന്ത്യയുടെ പൗരത്വം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ഇന്ത്യ രാജ്യത്തെ ഒരു പൗരന്റെയും പൗരത്വം ഇല്ലാതാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ധീരമായി പോരാടിയ പ്രിയങ്കരനായ ചാലക്കുടിയുടെ ഇപ്പോഴത്തെ MP, ജൂൺ മാസം 5-ാം തീയതി മുതൽ 2ാം തവണയും ചാലക്കുടിയുടെ MP ആകാൻ വേണ്ടി പോകുന്ന പ്രിയങ്കരനായ ബെന്നി ബെഹനാൻ, ഇവിടെ സന്നിഹിതനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയങ്കരനായ റോജി ജോൺ MLA, KPCCയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ മുൻ MLA ശ്രീ TU രാധാകൃഷ്ണൻ, തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആദരണീയനായ ശ്രീ ജോസ് വള്ളൂർ, ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ
ചാലക്കുടി പാർലമെന്റ് മണ്ഡലം UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും അങ്കമാലിയുടെ മുൻ MLAയുമായ പ്രിയങ്കരനായ ശ്രീ BJ ജോയ്, ഇവിടെ സന്നിഹിതരായ MLAമാർ ശ്രീ എൽദോസ് കുന്നമ്പള്ളി, പ്രിയങ്കരനായ ചാലക്കുടി MLA TJ സനീഷ് കുമാർ, ആലുവ MLA അൻവർ സാദത്ത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, ഇവിടെ സന്നിഹിതനായ നേരത്തെ നമ്മോട് സംസാരിച്ച ചാലക്കുടിയുടെ മുൻ MP പ്രിയങ്കരനായ KP ധനപാലൻ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയങ്കരായ UDFന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള UDFന്റെ സഹോദരി സഹോദരന്മാരെ, മറ്റു സുഹൃത്തുക്കളെ, ആദരണീയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട കാര്യം സന്തോഷത്തോടുകൂടി നിങ്ങളെ അറിയിക്കട്ടെ. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കൊടുങ്ങല്ലൂർ MES അസ്മാബി കോളേജിന്റെ എലിപ്പാഡിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി എത്തും. പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് കടന്നു വരുമ്പോ പ്രിയങ്ക ഗാന്ധിയുടെ ശബ്ദം കേൾക്കുമ്പോഴും അവരെ കാണുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ കടന്നു വരികയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ജനകോടികളുടെ മനസ്സിനകത്ത് ഇന്നും ജീവിക്കുന്ന അമ്മയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിൽ 17 വയസ്സുള്ള പ്രായത്തിൽ ബ്രിട്ടീഷുകാരനെതിരെ സമരം ചെയ്ത് നേതൃത്വം കൊടുത്ത വാനരസേനയുടെ നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. ബ്രിട്ടീഷുകാരനോട് സമരം ചെയ്ത് ഇന്ത്യയുടെ ദേശീയ പതാക കയ്യിൽ പിടിച്ച് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാരനെ നാടുകടത്താൻ മഹാത്മാഗാന്ധിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും കൂടെ അവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഇന്ദിരാ പ്രിയദർശിനിയുടെ അതേ രൂപം, അതേ ശബ്ദം, അതേ ധൈര്യം നരേന്ദ്രമോദിയുടെയും BJPയുടെയും സംഘപരിവാർ ശക്തികളുടെ മുഖത്ത് നോക്കി ഇന്ത്യയുടെ മതസാഹോദര്യം കാത്തു സൂക്ഷിക്കാനും ഭരണഘടന സംരക്ഷിക്കാനും വേണ്ടി അവസാന ശ്വാസം വരെ, എന്റെ അവസാന തുള്ളി രക്തം വരെ ഇന്ത്യക്ക് വേണ്ടി നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ കയ്പമംഗലം നിയോജക മണ്ഡലത്തിന്റെ എറിയാട്ടേക്ക് കടന്നു വരുന്നത്. നമുക്ക് ആവേശത്തോടുകൂടി അവരെ വരവേൽക്കാം. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പ്രത്യേകം വികാരപരമായി പങ്കുവെക്കേണ്ടതില്ല. നമ്മുടെ രാജ്യത്തെ 18ാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന ഏപ്രിൽ 26-ന് നടക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് നടന്ന 17 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കാൾ വ്യത്യസ്തമാണ് ഈ ഇലക്ഷൻ. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. ഏപ്രിൽ 26-ാം തീയതി പാർലമെന്റിലേക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വീണ്ടും നരേന്ദ്രമോദിയും RSS സംഘപരിവാർ ശക്തികൾ അധികാരത്തിൽ വന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യയുടെ ഭരണഘടന മാറ്റാൻ വേണ്ടി പോവുകയാണ്. BJPയുടെ പ്രഖ്യാപനം ഇന്നത്തെ ഇന്ത്യയുടെ ഭരണഘടന വേണ്ട എന്നാണ്. RSSന്റെ മൂശയിൽ പുതിയ ഭരണഘടന തയ്യാറായിരിക്കുന്നു. ആ പുതിയ ഭരണഘടന എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഭരണഘടനയിലെ എല്ലാ മൂല്യങ്ങളും ഇല്ലാതാക്കുന്ന ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വേദഗ്രന്ഥങ്ങൾ നമുക്കറിയാം. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. ഹൈന്ദവ, ഇസ്ലാം, ക്രൈസ്തവ വിശ്വാസികൾ ഈ ശബ്ദം കേൾക്കുന്നവരാണ്. നമ്മുടെ വേദഗ്രന്ഥം ഹൈന്ദവ മതവിശ്വാസികളുടെ വേദഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഇസ്ലാം മതവിശ്വാസികളുടെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ക്രൈസ്തവ മതവിശ്വാസികളുടെ വേദഗ്രന്ഥമാണ് ബൈബിൾ. നമ്മൾ ബൈബിളും ഗീതയും ഖുർആനും ഒന്നിച്ചു ചേരുമ്പോ അതൊരു മനുഷ്യന്റെ സമൂഹത്തിന്റെ നന്മയുടെ ദൈവവിശ്വാസത്തിന്റെ എല്ലാം കൂടിച്ചേരുന്ന പ്രതീകമായി മാറും. ഇന്ത്യയിലെ ജനങ്ങൾക്കൊരു വേദഗ്രന്ഥമുണ്ട്.
എല്ലാവർക്കും ഒരുപോലെ വിശ്വസിക്കാവുന്ന വേദഗ്രന്ഥം. ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും സിഖ് മതക്കാരനും ജൈന മതക്കാരനും പേർസി മതക്കാരനും മതമില്ലാത്തവനും എല്ലാവർക്കുമുള്ള ഏക അഭയഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന ഇന്ത്യക്ക് സംഭാവന ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന കാര്യം അഭിമാനത്തോടെ പറയട്ടെ. നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഭരണഘടന ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത പ്രത്യേകതയുള്ള ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണഘടനയാണ്. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഭരണഘടനയുടെ ശക്തി. ഈ ശബ്ദം കേൾക്കുന്ന ഏതൊരാൾക്കും സ്വന്തം മതത്തിൽ വിശ്വസിക്കാം, സ്വന്തം ദൈവങ്ങളെ ആരാധിക്കാം, ഇഷ്ടമുള്ള വേദഗ്രന്ഥം പാരായണം ചെയ്യാം, ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ഭാഷ പറയാം. ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത. ആ ഭരണഘടന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ BR അംബേദ്കറും മൗലാന അബ്ദുൽ കലാം ആസാദും സർദാർ വല്ലഭായ് പട്ടേലും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ധീര നേതാക്കന്മാർ 3 വർഷക്കാലം ചർച്ച നടത്തി ഉണ്ടാക്കിയതാണ് നമ്മുടെ ഭരണഘടന. ഈ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തന്നെ ഇന്നത്തെ BJPയുടെ അന്നത്തെ ജനസംഘം ഹിന്ദു മഹാസഭ ഇന്ത്യയുടെ ഭരണഘടന ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞവരാ. അവർ പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടന മതാധിഷ്ഠിത രാജ്യത്തിന്റെ ഭരണഘടനയാക്കണം, ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കണമെന്നായിരുന്നു അന്നും RSSന്റെയും ജനസംഘത്തിന്റെയും ഇന്നത്തെ BJPക്കാരായ അന്നത്തെ പൂർവ സംഘടനകളുടെ ആവശ്യം. കോൺഗ്രസ് അതിനെ നിരാകരിച്ചു. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതവിശ്വാസികൾ പറഞ്ഞു, നോ, ഇന്ത്യ ഒരിക്കലും മതരാഷ്ട്രമായി കൂടാ, ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമാകണം. ഭൂരിപക്ഷം വരുന്ന സിംഹഭാഗം 99% ഹിന്ദുക്കളും പറഞ്ഞു, ഇന്ത്യ ഒരിക്കലും ഹിന്ദു രാഷ്ട്രമാക്കരുത്. പാകിസ്ഥാൻ ഇസ്ലാം രാഷ്ട്രമായതുകൊണ്ട് ആ പാകിസ്ഥാന്റെ അസ്ഥിരത, അസമാധാനം ഈ ലോകം ഇന്നും ദർശിക്കുകയാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോൺഗ്രസും നെഹ്റുവും അംബേദ്കറും മൗലാന അബ്ദുൽ കലാം ആസാദും സർദാർ വല്ലഭായ് പട്ടേലും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്, അരുത്, ഇന്ത്യ ഒരു മതരാജ്യമാകരുത്, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യമാകണം. അങ്ങനെയാണ് നമുക്ക് ഈ ഭരണഘടന ഉണ്ടായത്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പളിൽ പറയുന്നു, ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രാജ്യം എന്നാണ് ഇന്ത്യയെ കുറിച്ച് പറയുന്നത്. ആ ഭരണഘടനയാണ് RSSും BJPയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ബെന്നി ബെഹനാൻ MP ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാവരും പാർലമെന്റിനകത്തിരിക്കുമ്പോഴും പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഇരിക്കുമ്പോഴും BJPയുടെ MPമാരും RSSന്റെ ആളുകളും ഞങ്ങളോട് പറയാറുണ്ട്, 2024 നരേന്ദ്രമോദി വീണ്ടും വന്നാൽ ഇന്ന് കാണുന്ന ഭരണഘടന ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന്. ഞങ്ങൾ ധരിച്ചു ഒരു തമാശ പറയാണ്. പക്ഷേ 1 മാസം മുമ്പാണ് കർണാടകയിലെ BJPയുടെ MP പരസ്യമായി പറഞ്ഞു, 2024 ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾ ഇല്ലാതാക്കും, ഈ ഭരണഘടന ഞങ്ങൾ മാറ്റും, പുതിയ ഭരണഘടന ഞങ്ങൾ കൊണ്ടുവരും. 376 പേജുള്ള പുതിയ ഭരണഘടന RSS എഴുതിയിരിക്കുന്നു. ആ ഭരണഘടന ജൂൺ മാസം 5-ാം തീയതി ഇലക്ഷന്റെ ഫലം പ്രഖ്യാപിച്ചാൽ ആ ഭരണഘടന അവരെടുത്ത് കൊണ്ടുവരും. ആ ഭരണഘടനയിൽ പറയുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം എന്നാണ്. ആപത്ത് നിറഞ്ഞ ആ കാലത്തേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാതിരിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കരുതലോടെ വോട്ട് ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ 2ാം സ്വാതന്ത്ര്യ സമരമാണ് ഈ ഇലക്ഷൻ. ഈ വർത്തമാനം പറയുന്ന ഞാനും ഈ ശബ്ദം കേൾക്കുന്ന നമ്മളെല്ലാവരും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനിച്ചവരാണ്. ഇവിടെയുള്ള മഹാഭൂരിപക്ഷം പേരും 1947 ആഗസ്റ്റ് മാസം 15-ന് ശേഷം ജനിച്ചവരാ. നമുക്കാർക്കും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായില്ല. കാരണം നമ്മൾ ജനിച്ചത്
സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്. സ്വാതന്ത്ര്യത്തിന്റെ മധുര ഫലങ്ങൾ അനുഭവിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇല്ലാതാകാൻ വേണ്ടി പോകുന്നു. BJP വീണ്ടും ജയിച്ചാൽ ഇന്ത്യയുടെ പേര് മാറ്റും എന്ന് പറഞ്ഞിരിക്കുന്നു. BJP വീണ്ടും ജയിച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന മാറ്റും എന്ന് പറയുന്നു. BJP വീണ്ടും ജയിച്ചാൽ ഇന്ത്യയുടെ ദേശീയ പതാക ഇല്ലാതാക്കുമെന്ന് പറയുന്നു. BJP വീണ്ടും ജയിച്ചാൽ ഇന്ത്യയുടെ ദേശീയഗാനം ജനഗണമന എന്ന നമ്മുടെ ദേശീയഗാനം എടുത്തു കളയുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ ഐതിഹാസികമായ സമരത്തിന്റെ ഭാഗമായി മുട്ടുവരെയുള്ള ഒറ്റ തോർത്തുമുണ്ടെടുത്ത അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ലോകം മുഴുവൻ വിളിക്കപ്പെടുന്ന മഹാത്മാഗാന്ധിയുടെ കീഴിൽ ഇന്ത്യ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഒന്നാം സ്വാതന്ത്ര്യം നടക്കുമ്പോ എല്ലാം ഉപേക്ഷിച്ച് അമ്മേ ഞങ്ങൾ പോകുന്നു, വന്നില്ലെങ്കിൽ കരയരുത് എന്ന് അമ്മയെയും ഉമ്മയെയും നോക്കി പറഞ്ഞുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള മഹാന്മാരായ ആളുകൾ ഈ എറിയാടിന്റെ അഴീക്കോടിന്റെ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നിൽക്കുമ്പോ വികാരപരമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മ. ഇത് വീരപുരുഷൻ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബിന്റെ ജന്മഭൂമിയാണ്. ഈ മണ്ണിൽ നിന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസിന്റെ കൊടി പിടിച്ചുകൊണ്ട് സമര രണാങ്കണത്തിൽ ഇറങ്ങിയ ധീരദേശാഭിമാനികളായ എത്രയോ പേര് പറയാനും പേര് പറയാത്തവരുമായ മഹാന്മാരിവിടെയുണ്ട്. അവരെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വികാരോജ്ജലമാണ്. ആ വികാരോജ്ജലമായ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മളൊരു പ്രതിജ്ഞ പ്രിയങ്ക ഗാന്ധിയുടെ മുന്നിൽ വെച്ച് ഈ ചേരമാൻ പറമ്പിൽ വെച്ച് ഹൃദയം കൊണ്ട് നമ്മളൊരു പ്രതിജ്ഞ എടുക്കുന്നു. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം, ഞങ്ങളിലുള്ളത് ഇന്ത്യ രക്തം എന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇലക്ഷന് നമ്മൾ വോട്ട് ചെയ്താൽ മാത്രം പോരാ. നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അയൽവാസികളെയും, അവർ ഒരു പക്ഷേ മുൻപ് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, അവരെല്ലാം കണ്ട് പറയണം നമ്മുടെ രാജ്യം മരിക്കാൻ പോവുകയാണ്. ഇന്ത്യ മരിച്ചാൽ നമ്മൾ ജീവിക്കില്ല. ഇന്ത്യ മരിക്കണമോ ഇന്ത്യ ജീവിക്കണമോ എന്ന് ചോദിക്കുന്നതാണ് ഈ ഇലക്ഷൻ. അതുകൊണ്ട് ഇന്ത്യ മരിക്കാൻ നമ്മുടെ ശ്വാസോച്ഛ്വാസം നിലനിൽക്കുന്നവരെ, നമ്മുടെ നെഞ്ചിൽ ജീവന്റെ അവസാനത്തെ മിടിപ്പും നിലനിൽക്കുന്നവരെ, നമ്മുടെ കൺപോളകൾ അടയുന്നത് വരെ, നമ്മുടെ ജീവൻ നമ്മുടെ രക്തത്തിലുള്ളത് വരെ ഇന്ത്യ മരിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല. ഇന്ത്യയെ കൊല്ലാൻ വേണ്ടി വരുന്ന നരേന്ദ്രമോദിയെയും RSSനെയും എതിർക്കലാണ് നമ്മുടെ ഈ സമരം, രണ്ടാം സ്വാതന്ത്ര്യ സമരം, ഈ ഇലക്ഷൻ എന്ന കാര്യം നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അയൽവാസികളോടും പങ്കുവെക്കണം. അതിനാണ് ഈ ഇലക്ഷൻ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കൊരു അഭിമാനമുണ്ട്. ശ്രീ ബെന്നി ബെഹനാൻ ഈ പാർലമെന്റ് ഇലക്ഷനിൽ വീണ്ടും നമ്മുടെ മുന്നിൽ വരികയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇന്ത്യയുടെ പാർലമെന്റിൽ പോയ ആളാ. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ RSSനെ പേടിയില്ലാത്ത, നരേന്ദ്രമോദിയെ പേടിയില്ലാത്ത ഒരു MP RSSന്റെയും നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പാർലമെന്റിൽ പോടാ മോനെ ദിനേശ എന്ന സിനിമ ഡയലോഗ് പോലെ നരേന്ദ്രമോദിയോട് ഈ വലത് കൈയിന്റെ ചൂണ്ടുവിരൽ ചൂണ്ടി എവിടെയാണ് ഞങ്ങളുടെ പൗരത്വം നിങ്ങൾ റദ്ദാക്കാൻ വേണ്ടി പോകുന്നത്? ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പൗരത്വം നിങ്ങൾ റദ്ദാക്കാൻ പോകുകയാണെങ്കിൽ ഒരുപക്ഷെ അവസാനത്തെ ഞങ്ങളുടെ ജീവൻ നിലനിന്നാലും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പൗരത്വം റദ്ദാക്കാൻ മിസ്റ്റർ മോദി നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ധൈര്യം കാണിച്ച നേതാവാണ് ശ്രീ ബെന്നി ബെഹനാൻ എന്ന കാര്യം വികാരത്തോടുകൂടി പറയാൻ അവസരം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ്
ബെന്നി ബെഹനാൻ പാർലമെന്റിൽ 3 തവണ സസ്പെൻഡ് ചെയ്തു. 3 തവണ. എന്തിനാ? പൗരത്വ ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തത് കൊണ്ട് ബെന്നി ബെഹനാനെ സസ്പെൻഡ് ചെയ്തു. മണിപ്പൂരിലെ നമ്മുടെ സഹോദരന്മാരെ ആക്രമിച്ചു, പള്ളികൾ കത്തിച്ചു, സ്കൂളുകൾ തകർത്തു, മാതാവിന്റെ വിശുദ്ധ രൂപം പോലും അടിച്ചൊടച്ചു. ശ്രീ ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിൽ ഞാനടക്കമുള്ള MP-മാർ ബെന്നി ബെഹനാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് പാർലമെന്റിൽ പറഞ്ഞു, മണിപ്പൂരിലെ മനുഷ്യരെ ഇതുപോലെ ക്രൂരമായി നിങ്ങൾ വേട്ടയാടുന്നു. മിസ്റ്റർ മോദി, നിങ്ങൾ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്തു. നിങ്ങൾ ഈ രാജ്യവും രാജ്യത്തിന് പുറത്തും പോകുന്നു. മണിപ്പൂരിലെ ജനങ്ങൾ പിടഞ്ഞു മരിക്കുന്നു. മണിപ്പൂരിലെ പള്ളികൾ കത്തിക്കുന്നു. മണിപ്പൂരിലെ സ്കൂളുകൾ കത്തിക്കുന്നു. അവിടെ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ നടു റോട്ടിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നു. സിസ്റ്റേഴ്സിന്റെയും അച്ഛന്മാരുടെയും വിശുദ്ധ വസ്ത്രങ്ങൾ അപമാനിക്കുന്നു. മോദി, നിങ്ങൾ മണിപ്പൂരിൽ പോകാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച പാർലമെന്റിൽ മോദി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ മോദിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി മണിപ്പൂരിനെ പറ്റി പറയണമെന്ന് പറയാൻ ധൈര്യം കാണിച്ച MP ആരാണ്? മറ്റാരുമല്ല, ഇതാ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സാക്ഷാൽ ബെന്നി ബെഹനാനാണെന്ന കാര്യം ആവേശത്തോടെ ദൃക്സാക്ഷിയായി പങ്കുവയ്ക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിന്നെ ആരാ നമുക്ക് വേണ്ടത്? ഓർമ്മയില്ലേ? കോവിഡിന്റെ നാളുകൾ ഓർമ്മയില്ലേ? 2 വർഷം കോവിഡ് വന്നു. നമുക്ക് ആർക്കും പുറത്തിറങ്ങാൻ പറ്റിയില്ല. നമ്മൾ പേടിച്ചു. നമ്മുടെ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടപ്പോ, കോവിഡ് പിടിച്ച് മരിച്ചപ്പോ ആ മൃതശരീരം കാണാൻ പോലും നമുക്ക് കഴിഞ്ഞില്ല. പലപ്പോഴും വീട്ടിൽ കോവിഡ് വന്ന മാതാപിതാക്കൾക്ക് അന്നം കൊടുക്കാൻ പോലും നമുക്ക് കഴിഞ്ഞില്ല. ആ സന്ദർഭത്തിൽ ഇതായിരിക്കുന്ന ശ്രീ ബെന്നി ബെഹനാൻ MP തന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും വിരോധമില്ല. തന്നെ വിശ്വസിച്ച, തന്നെ MP ആകിയ ചാലക്കുടിയിലെ, കൈപ്പമംഗലത്തെ, കൊടുങ്ങല്ലൂരിലെ, ആലുവായിലെ, അങ്കമാലിയിലെ ഓരോരുത്തരെയും നേരിൽ കണ്ട് കൂടെയുണ്ട് ഞാൻ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, നിങ്ങളുടെ എല്ലാ വേദനയിലും ഞാനുണ്ട്. മരുന്നില്ലാത്തവർക്ക് മരുന്ന്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം, അങ്ങനെ മനുഷ്യന്റെ ആപത്തിൽ കൂടെ നിന്നവനാണ് ശ്രീ ബെന്നി ബെഹനാൻ. നമ്മുടെ നാട്ടിൽ ഒരു പഴമൊഴിയുണ്ട്, ആപത്തിൽ ആരാണോ കൂടെ നിൽക്കുന്നവൻ അവനാണ് ബന്ധു. ആപത്തിൽ കൂടെ നിന്നവൻ ബന്ധുവാണെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. പ്രത്യേകിച്ച് നമ്മൾ ഈ തീരദേശ ജനത, ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവരെ നമ്മൾ കടലിനെ പോലെ വിശുദ്ധമാണ് നമ്മുടെ സ്നേഹം. സ്നേഹിച്ചാൽ നമ്മൾ കരൾ പറിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ സ്നേഹത്തിന്റെ പ്രതീകം. ഇതാ നമുക്ക് ആപത്ത് വന്നപ്പോ, കോവിഡ് വന്നപ്പോ കാവലാളായി കൂടെ നിന്ന് നമ്മളെയും കുടുംബങ്ങളെയും സഹായിച്ച ശ്രീ ബെന്നി ബെഹനാന് വോട്ട് മാത്രം ചെയ്താൽ പോരാ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനോട് നിങ്ങൾ നെഞ്ചുരുകി പ്രാർത്ഥിക്കണം. ഇനിയുള്ള 5 ദിവസം നിങ്ങളുടെ പ്രാർത്ഥനയിൽ, ദുആയിൽ, നിസ്കാരത്തിൽ നിങ്ങൾ സന്ധ്യാനേരത്ത് നെയ്ത്തിരി കത്തിച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോ, മെഴുകുതിരി കത്തിച്ച് വെച്ച് ദൈവത്തോട് വിശുദ്ധ രൂപത്തിൽ പ്രാർത്ഥിക്കുമ്പോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ശ്രീ ബെന്നി ബെഹനാൻ ഉണ്ടാകണം. നമുക്കൊരു ബന്ധു എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മമെടുക്കാതെ പോയ ചിലര് നമുക്ക് സ്നേഹമാണ്. ആ ചിലരിൽ ഒന്നാമനാണ് ശ്രീ ബെന്നി ബെഹനാൻ. MP എന്ന നിലയിൽ തന്റെ MP ഫണ്ട് 100% വിനിയോഗിച്ച MP. ഒരിക്കൽ പോലും എതിരാളികൾക്ക് പോലും ഒരു തമാശയോടെ പോലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റാത്ത MP. കമ്മ്യൂണിസ്റ്റ് ആണോ, UDF ആണോ, BJP ആണോ എന്ന് നോക്കാതെ തന്നെ സമീപിക്കുന്നവരോട് നീതി പുലർത്തുന്ന MP. ആ സാക്ഷാൽ ബെന്നി ബെഹനാനാണ് ഈ ഇലക്ഷനിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും സ്നേഹം, നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ വോട്ട് ശ്രീ ബെന്നി ബെഹനാന് വേണം. ഒരു വാക്കുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഈ ഇലക്ഷൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ കേരളം ഭരിക്കുന്ന പിണറായി വിജയന് കൊടുക്കാനുള്ള അടികൂടിയാണ് ഈ ഇലക്ഷൻ. നമ്മുടെ റേഷൻ കടയിൽ അരിയില്ല, റേഷൻ കടയിൽ റേഷൻ വിതരണം സ്തംഭിക്കുന്നു. മാവേലി സ്റ്റോറുകളിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ 14 ഇനം സാധനങ്ങൾ നമുക്ക് സബ്സിഡിയായി കിട്ടി. വിഷു വന്നപ്പോഴും ഓണം വന്നപ്പോഴും
ക്രിസ്തുമസ് വന്നപ്പോഴും ഈസ്റ്റർ വന്നപ്പോഴും ബലിപ്പെരുന്നാൾ വന്നപ്പോഴും ചെറിയ പെരുന്നാൾ വന്നപ്പോഴും നമുക്ക് എല്ലാ മാവേലി സ്റ്റോറിലും 14 ഇനം സാധനങ്ങൾ സബ്സിഡിയായി കിട്ടി. ഈ പെരുന്നാളും ഈ ഈസ്റ്ററും ഈ വിഷുവും വിലക്കയറ്റം കൊണ്ട് നമ്മളെ പട്ടിണി കിട്ടും. ദുഷ്ടനായ ഈ ഭരണാധികാരിക്കെതിരെ കൊടുക്കേണ്ട അടികൂടിയാണ് ഈ ഇലക്ഷൻ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോ നമുക്ക് 2 പെൻഷൻ ഉണ്ടായി. വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്നവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടും, ക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്ക് വാർദ്ധക്യകാല പെൻഷൻ കിട്ടും. ആ 2 പെൻഷനും എടുത്തു കളഞ്ഞ് ഇടതുപക്ഷം പിണറായി വിജയൻ ഒരു പെൻഷനാക്കി. ആ പെൻഷൻ പോലും 7 മാസം കുടിശ്ശികയാക്കി. ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ തന്ന് 5 മാസത്തെ പെൻഷൻ കയ്യിൽ വെച്ചിരിക്കുന്നു. ഈ പെൻഷന്റെ പണം എവിടെന്ന്? നമ്മുടെ കുട്ടികൾ ഇരുചക്ര വാഹനത്തിൽ പെട്രോൾ അടിക്കുമ്പോ, നമ്മൾ ബസ്സിൽ കയറുമ്പോ, ഓട്ടോറിക്ഷയിൽ കയറുമ്പോ, അരി വാങ്ങുമ്പോഴും തുണി വാങ്ങുമ്പോഴും മുളക് വാങ്ങുമ്പോഴും ഉപ്പ് വാങ്ങുമ്പോഴും നമ്മൾ കൊടുക്കുന്ന നികുതി പണം, ആ നികുതി പണമാണ് ഖജനാവിൽ ഉള്ള പണം. ആ പണം എടുത്തിട്ടാണ് പെൻഷൻ നമുക്ക് നൽകുന്നത്. പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി പടിഞ്ഞാറ് വെമ്പല്ലൂർ അസ്മാബി കോളേജിന്റെ ഗ്രൗണ്ടിൽ എത്തിയ കാര്യം ആവേശത്തോടുകൂടി നിങ്ങൾ എല്ലാവരെയും അറിയിക്കുകയാണ്. വരികയാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രതിരൂപം, ഇന്ദിരാഗാന്ധിയുടെ ധൈര്യം, ഇന്ദിരാഗാന്ധിയുടെ ശക്തി, ഇന്ദിരാഗാന്ധിയുടെ ആർജവത്വമുള്ള എന്റെ ഇന്ത്യ മതേതര ഇന്ത്യയാണ്, എന്റെ ഇന്ത്യ ജനാധിപത്യ ഇന്ത്യയാണ്, എന്റെ ഇന്ത്യ സോഷ്യലിസ്റ്റ് ഇന്ത്യയാണെന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധി വരികയാണ്. പ്രിയങ്ക ഗാന്ധി വരുന്നതിന് മുൻപ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ MM ഹസൻ നിങ്ങൾ അഭിസംബോധന ചെയ്യും. ഒന്ന് പറഞ്ഞു നിർത്തുന്നു. മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചവരാണ് ഇടതുപക്ഷം, മത്സ്യത്തൊഴിലാളികളെ ചതിച്ചവരാണ് പിണറായി, നമ്മുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയവരാണ് പിണറായി. നമ്മുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ മത്സ്യത്തൊഴിലാളികളെ പട്ടിണിക്കിട്ട് നമ്മുടെ മണ്ണെണ്ണ പെർമിറ്റ് തകർത്ത, നമ്മുടെ വീടിന്റെ പദ്ധതി, മത്സ്യത്തൊഴിലാളി വീടിന്റെ പദ്ധതി ഇല്ലാതാക്കിയ, എല്ലാ ആനുകൂല്യങ്ങളും എടുത്തു കളഞ്ഞ, ആശ്വാസ പദ്ധതി പോലും ഇല്ലാതാക്കിയ, തണൽ പദ്ധതി തകർത്ത പിണറായി സർക്കാരിന് മറുപടി കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഇലക്ഷൻ. ബെന്നി 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 എന്ന ബഹനാൻ മാത്രമാണ് നമ്മുടെ മന്ത്രം, കൈപ്പത്തി മാത്രമാണ് നമ്മുടെ അടയാളം. ഒരിക്കൽ കൂടി പ്രിയങ്കരനായ ബെന്നി ബഹനാന് നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ വിജയാശംസകൾ നേർന്നുകൊണ്ട് ശ്രീ MM ഹസൻ അവർകളെ അധ്യക്ഷന്റെ അനുമതിയോടുകൂടി പ്രസംഗിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചാലക്കുടിയുടെ വികസന നായകനും നമ്മുടെ UDFന്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയുമായ ശ്രീ ബെന്നി ബെഹനാൻ, വേദിയിലുള്ള മറ്റു നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതായ നേതാവ് പ്രിയങ്കരിയായ പ്രിയങ്കാജി ഇതാ ഇവിടെ ഹെലിപ്പാഡിൽ ഇറങ്ങിക്കഴിഞ്ഞു. നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ഞാൻ ഒരു പ്രസംഗത്തിലല്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രിയങ്കാജിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ ആദ്യം പങ്കെടുക്കുന്നത് ഇവിടെ നടക്കുന്ന ഈ സമ്മേളനത്തിലാണ്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തും പ്രിയങ്കാജിയെ സ്വീകരിക്കാൻ ഇവിടെ തടിച്ചുകൂടിയ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാൻ മാത്രമാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമെല്ലാം നിങ്ങൾക്കറിയാം. ഇനി തെരഞ്ഞെടുപ്പിന് വെറും 5 നാളുകൾ മാത്രം. 6-ാം ദിവസം തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസും UDFും രാജ്യത്തെ വോട്ടർമാരോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തി ബെന്നി ബെഹനാനെ വിജയിപ്പിക്കാൻ UDF ആവശ്യപ്പെടുന്നത് ഇന്ത്യയെ രക്ഷിക്കാനാണ്, ഇന്ത്യയുടെ ജനാധിപത്യത്തെ രക്ഷിക്കാനാണ്, ഇന്ത്യയുടെ മതേതരത്വത്തെ രക്ഷിക്കാനാണ്.
ഈ രണ്ട് മഹത്തായ ആദർശങ്ങളും അതിശക്തമായി ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കാനാണ്. ഇന്ത്യയുടെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും രക്ഷിക്കാൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യം തകർന്നു കഴിഞ്ഞു. മതേതരത്വത്തിൻ്റെ മരണമണി മുഴക്കമാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നമുക്കത് വളരെ ശക്തമായ ആ മണിമുഴക്കം കേൾക്കാൻ കഴിഞ്ഞു. നരേന്ദ്രമോദി കൊണ്ടുവന്ന പൗരത്വ നിയമം മതം മാനദണ്ഡം ആയി ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടന പൗരത്വം നൽകുമ്പോൾ ഒരു മതത്തെ മാത്രം, ഏത് മതമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ മതത്തെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് 2-3 രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറിപ്പാർത്തവർ അവരുടെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തലമുറയ്ക്ക് പൗരത്വം കൊടുക്കാനുള്ള നിയമം കൊണ്ടുവന്നു. BJPയുടെ പ്രകടന പത്രിക ഏതാനും ദിവസം മുമ്പ് പുറത്തു വന്നു. ആ പ്രകടന പത്രികയിലെ ഒരു പ്രധാന പ്രഖ്യാപനം അറിയാമോ? BJP അധികാരത്തിൽ വന്നാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും. എന്താണ് ഈ ഏകീകൃത സിവിൽ കോഡ്? ജനങ്ങൾക്കിടയിൽ മതത്തിൻ്റെ വിഭജനം ഉണ്ടാക്കി, മതസ്പർദ്ധയുണ്ടാക്കി, മതവിദ്വേഷം വളർത്തി അവസാനം ഇന്ത്യയിൽ ഒരു ഏക മതം സ്ഥാപിക്കാനാണ്. അതിൻ്റെ ഏറ്റവും ശക്തമായ ചുവടുവയ്പ്പാണ് ഏകീകൃത സിവിൽ കോഡ്. രാജ്യത്തിൻ്റെ മതേതരത്വത്തെ BJP അധികാരത്തിൽ വന്നാൽ പരിപൂർണമായി തകർത്ത് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കുമെന്നുള്ള പ്രഖ്യാപനമാണ്. ഇത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ? രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ ഭരണഘടന. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവത്യാഗം ചെയ്ത ലക്ഷോപലക്ഷം ധീരദേശാഭിമാനികൾ, 1-2 ദിവസമല്ല, 2 നൂറ്റാണ്ട് കാലത്തെ ധീരോദാത്തമായ പോരാട്ടം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടം, ആ പോരാട്ടം നയിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നാളുകൾക്കുള്ളിൽ ഒരു മതഭ്രാന്തൻ എന്നൊക്കെ പറയുന്നത് വളരെ ലഘുവായിപ്പോയി. RSSകാരനായ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു കൊന്നു. 48 ഡിസംബർ 30 ആ ഓർമ്മ ഇന്നും അന്ന് ജീവിച്ചിരുന്നവരല്ല ഇന്നത്തെ തലമുറയിലുള്ളവർ. എന്നിട്ട് നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ആ ഓർമ്മ. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നപ്പോൾ നാഥുറാം ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ കേസ് കോടതിയിൽ വന്നു. വിസ്താരം നടക്കുമ്പോൾ നാഥുറാം ഗോഡ്സെ പറഞ്ഞു, എന്തിനാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത്? ഗാന്ധിജി ജീവിച്ചിരുന്നാൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനാവില്ല. ഇന്ത്യയിൽ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഒരുപോലെ തന്നെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന മഹാത്മാഗാന്ധിയെ കൊല്ലുക. മഹാത്മാഗാന്ധിയെ വധിച്ചു. ആ മഹാത്മാഗാന്ധിയെ വധിച്ച നാഥുറാം ഗോഡ്സെയുടെ ഇന്നത്തെ ഏറ്റവും വലിയ അനുയായിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ 2 ആശയങ്ങൾ തമ്മിലാണ് മത്സരിക്കുന്നത്. ഒന്ന് ഗാന്ധിയൻ ആശയങ്ങൾ, മറ്റൊന്ന് ഗോഡ്സെയുടെ ആശയങ്ങൾ. പ്രിയപ്പെട്ട പ്രിയങ്കാജി ഇവിടെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഏരാട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പിന്തുണയും ഗാന്ധിയൻ ശരിക്കും ആശയങ്ങൾക്കും നൽകാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രിയങ്കരിയായ പ്രിയങ്കാജി എത്തി. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന പ്രിയങ്ക ഗാന്ധി ഇതാ എത്തിക്കഴിഞ്ഞു. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ അഭിമാനമായ പ്രിയങ്ക ഗാന്ധി ഇതാ എത്തിക്കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി, 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 പ്രിയങ്ക ഗാന്ധി.
അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. പ്രിയങ്ക ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ. യോഗ നടപടികൾ ആരംഭിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ചെയർമാൻ PJ ജോയ് XMLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. വന്ദേ മാതരം. ശ്രീമതി ശ്രീകുട്ടി രമണൻ. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം ശുഭ്രജോത്സ്ന പുളകിതയാമിനി ഭുല്ലകുസുമിത ദ്രുമദല ശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ സ്വാഗതം ആശംസിക്കുന്നതിന് ഇലക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീ സനീഷ് കുമാർ ജോസഫ് MLA ക്ഷണിക്കുന്നു. വേദിയിലെ ഏറ്റവും ആദരണീയരായ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് അട്ടിമറിക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ ജനലക്ഷങ്ങളുടെ ആവേശോജ്വലയായ നേതാവ്, നമുക്കെല്ലാം പ്രിയപ്പെട്ട, ഇന്ന് മതമൈത്രിയുടെ ഈ രാജ്യത്തേക്ക് ഹിന്ദുമതവും ഈ രാജ്യത്തേക്ക് ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും ഒക്കെ കടന്നു വന്ന കൊടുങ്ങല്ലൂർ അമ്മയുടെ തട്ടകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെയൊക്കെ ആവേശോജ്വലയായ നേതാവ് പ്രിയങ്ക ഗാന്ധിയെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ PJ ജോയ് XMLA സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, കഴിഞ്ഞ 5 വർഷക്കാലം നമ്മളോട് ഒപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ ബെന്നി ബെഹനാനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആവേശോജ്വലനായ നേതാവ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും ആദരണീയനായ പ്രസിഡന്റ് ശ്രീ MM ഹസനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ ചുമതലയിലുള്ള AICC ജനറൽ സെക്രട്ടറി
ദീപാദാസ് മുൻഷിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലെ ഏറ്റവും ആദരണീയരായ UDF-ന്റെ നേതാക്കന്മാർ, MLA-മാർ, KPCC-യുടെ ഭാരവാഹികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രതിപക്ഷ നേതാവ് അടക്കം ആരും സംസാരിക്കുന്നില്ല. അഭിസംബോധന ചെയ്യുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ബെന്നി ബെഹനാൻ അവരെ ക്ഷണിക്കുന്നു. നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ഊഷ്മളമായ സ്വാഗതം ചെയ്യാൻ മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും തയ്യാറായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ നേതാവ് പ്രിയപ്പെട്ട ശ്രീമതി പ്രിയങ്ക ഗാന്ധി, അധ്യക്ഷവേദിയിലിരിക്കുന്ന ബഹുമാനായ ശ്രീ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ MM ഹസൻ, മറ്റ് പ്രിയപ്പെട്ട നമ്മുടെ വിശിഷ്ടവരല്ല, അവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്, ഇതിൻ്റെ ആതിഥേയരാണ്. അതുകൊണ്ട് ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെ, രാവിലെ മുതൽ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന് ഈ സമ്മേളനം വിജയപ്രദമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച, സാന്നിധ്യം കൊണ്ട് ഈ സമ്മേളനം വിജയിപ്പിച്ച പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഒറ്റ കാര്യം ആദ്യം പറയുന്നു. ഈ സമ്മേളനം വിളിച്ചോതുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയമാണ്. ഈ നാടിൻ്റെ രാഷ്ട്രീയ മനസ്സ്, രാഷ്ട്രീയ വികാരം മതേതരത്വത്തോടും ജനാധിപത്യത്തോടും ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേറ്റാൻ ദൃഢപ്രതിജ്ഞ ചെയ്ത മനസ്സുമായി കടന്നു വന്നിരിക്കുന്നവരാണ് ഇതെന്ന്. Madam, first of all, on behalf of everybody present here, I extend a hearty welcome to Srimati Priyanka Gandhi. This is the first visit to Kerala as part of the 2024 election. And we are very indeed privileged to have you here in our Chalakudi constituency. Madam, Kodungalli is a land of historical importance. St. Thomas, who is known as the patron of the Christian belief, landed here. The first Muslim mosque, Chairangman Mosque, is here. And years back, so many traders came this place, and there was a famous fort was here, that is Mussari's Fort. Another important thing is here that so many eminent political leaders were born in this area. The first name is Abdul Rahman Sahib, who was a contemporary to our beloved Panditji. Another thing is the first Muslim Renaissance started here, and Sidi Sahib was there to initiate that Renaissance. Such an important land is there, and Madam, we are very proud to welcome you again to this historical important place. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഇന്ത്യയുടെ മതേതരത്തെ സംരക്ഷിക്കുക എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ലക്ഷ്യം ഇന്ത്യയുടെ ജനാധിപത്യ പാതയിലൂടെ വീണ്ടും ഇന്ത്യ സഞ്ചരിക്കണമെന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾക്ക് സംരക്ഷണ കവചം തീർക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന, അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് ഉണ്ടാക്കണമെന്നതാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ,
കഴിഞ്ഞ 10 വർഷക്കാലമായി മോഡി നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മോഡി തകർക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ മതേതരത്വത്തെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ ശ്രേഷ്ഠമായ ഭരണഘടനയുമാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ മുന്നിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും തുല്യരാണ്. ആ തുല്യതയാണ് ഇന്ത്യൻ പൗരന്റെ ഏറ്റവും വലിയ അവകാശം. നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവകാശമാണ്, നമ്മുടെ മൗലികാവകാശമാണ്. ആ ജന്മാവകാശമായ പൗരത്വത്തെ, മൗലികാവകാശമായ പൗരത്വത്തെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ മോഡി ശ്രമിക്കുമ്പോൾ പ്രിയങ്കാജിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഒരു കാര്യം പറയുന്നു. പൗരത്വത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ പൗരത്വത്തെ നിർവചിക്കുന്ന മോഡി ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും ധരിക്കുന്ന വസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കുന്ന ഫാസിസ്റ്റ് സംഘപരിവാർ സംഘത്തിന്റെ അജണ്ടയ്ക്കെതിരായി മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സജ്ജമാക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ മഹാസമ്മേളനത്തിൽ ആളുകൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, മണിപ്പൂർ ഇനിയും ഇന്ത്യ രാജ്യത്ത് ആവർത്തിക്കരുതെന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായതാണ്. നമുക്കറിയാം, മോഡി ഭരണകൂടത്തെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ജനാധിപത്യ മതേതരത്വ ശക്തികൾ രൂപം കൊടുത്ത ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണിക്കാര് നേതൃത്വം കൊടുക്കണമെന്ന ചോദ്യമുണ്ടായപ്പോൾ നമ്മുടെ ഘടകകക്ഷികൾ മാത്രമല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ തീരുമാനിച്ചത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കണമെന്നാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ രാഷ്ട്രീയത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ കേരളത്തിൽ ആരെങ്കിലും തയ്യാറായിട്ടില്ലെങ്കിൽ അവരെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മറ്റു രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പ്രിയങ്ക ഗാന്ധി ഈ നാട്ടിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം കേൾക്കണമെന്ന് ആഗ്രഹിച്ചു. നിങ്ങൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് പ്രിയങ്കാജിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമല്ല, ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയങ്ക ഗാന്ധിയുടെ പിന്നിൽ ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രതിജ്ഞ എടുക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രവർത്തനങ്ങൾ, ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയത് എന്റെ സൗഭാഗ്യമായി കഴിയുന്നു. 5 വർഷക്കാലം നമ്മൾ ഒരുമിച്ച് നിന്നു, കൈകോർത്ത് പിടിച്ചു, കൂട്ടുകൂടി നമ്മൾ മുന്നോട്ട് പോയി. ഒട്ടേറെ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തു, ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിനെല്ലാം ഉണ്ടായത് നിങ്ങളുടെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ആശീർവാദവുമാണ്. സംതൃപ്തിയോടുകൂടിയാണ് രണ്ടാമതും ഈ നിയോജകമണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി കടന്നു വന്നത്. അതുകൊണ്ട് ഈ സദസ്സിന്റെ മുന്നിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എന്റെ വിജയത്തിന് വേണ്ടി കൈപ്പറ്റിയടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് മാത്രമല്ല, ഇവിടെ കടന്നു വന്നിരിക്കുന്ന നല്ലവരായ ജനങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം, നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകണം. മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഒരു ഭരണകൂടത്തെ അധികാരത്തിലേറ്റാൻ വർഗീയതയുടെ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന വർഗീയ ശക്തികൾ ഇനി ഇന്ത്യയുടെ ഭരണത്തിൽ കടന്നു വരാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നമ്മളെല്ലാം ആഗ്രഹിച്ചു, നമ്മൾ പ്രതീക്ഷിച്ചു ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ഇവിടെ എത്തിക്കാൻ. ആഗ്രഹം സഫലമായതിന്റെ സംതൃപ്തിയിൽ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇനിയും നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരാൻ ഒരു സഹപ്രവർത്തകനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ ഞാനും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകിക്കൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. Now I invite Srimati Priyankaji to address this great meeting and inaugurate. Shri Beni Behnan ji, Shri V.D. Satishan ji, Srimati Deepadas Munshi ji, Shri M.M. Hassan ji, Shri Jose Valor ji, Shri T.N. Pratapan ji, Shri Rosie M. John ji, Shri Sanish ji, Shri Anwar Sadat ji, Shri Eldose Kunnapalli ji, all those present on the stage, and my beloved brothers and sisters.
വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, it is election time, a time for politics and perhaps a time for promises and polemic, but I am here today as your sister, as your fellow citizen, and here in Thrissur, which is the cultural capital of Kerala, I would like to speak to you about something that is far greater than politics and polemic. I would like to speak to you about our country. ഇത് ഇലക്ഷൻ, തെരഞ്ഞെടുപ്പ് സമയമാണ്, വാഗ്വാദങ്ങളുടെ സമയമാണ്, തർക്കങ്ങളുടെ സമയമാണ്, രാഷ്ട്രീയത്തിന്റെ സമയമാണ്. പക്ഷേ ഞാൻ ഇന്നിവിടെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ വന്ന് നിങ്ങളോട് ഒരു സഹോദരിയായി, സഹപൗരയായി സംസാരിക്കാൻ പോകുന്നത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്, നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. Our country, India, gave us life. This country that is our motherland, this country that teaches us how to overcome anger with love, how to transform suffering into compassion, and how to pluck the stars of hope from the darkest of nights. ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ജീവിതം നൽകിയ നമ്മുടെ രാജ്യമാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ മറികടന്ന് അതിനെ അനുകമ്പയാക്കി മാറ്റുന്നത്, ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ഈ രാജ്യമാണ്. ഏറ്റവും ഇരുണ്ട രാത്രികളിൽ നിന്നും ആകാശത്ത് തിളക്കമുള്ള പ്രതീക്ഷയുടെ നക്ഷത്രങ്ങളെ പറിച്ചെടുക്കാൻ, ഇളക്കിയെടുക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യ എന്ന രാജ്യമാണ്. Our country that has made us proud for its foundation of incomparable spirituality, its unbreakable resilience, its unfailing enterprise, and its immense ability to embrace diversity and thrive in it. നമ്മുടെ രാജ്യം നമ്മളെ അഭിമാനപുളകിതരാക്കുന്നു. രാജ്യത്തിന്റെ മറ്റൊരു രാജ്യവുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ആത്മീയത, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാനുള്ള നമ്മുടെ കഴിവ്, ഒരിക്കലും പരാജയപ്പെടാത്ത നമ്മുടെ പരിശ്രമം, ഇതെല്ലാമാണ് നമ്മുടെ രാജ്യത്തെ മഹത്തരമാക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്തെ വൈവിധ്യങ്ങളെ ആലിംഗനം ചെയ്യാനുള്ള കഴിവും ഇതും ഇന്ത്യയെക്കുറിച്ച് നമ്മളെ വളരെയധികം അഭിമാനമുള്ളവരാക്കുന്നു. Yet these very foundations of our nationhood stand at the threshold of destruction today. പക്ഷേ നിങ്ങൾക്കറിയാമോ, നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ, നമ്മുടെ ദേശത്തിന്റെ അടിത്തറയായ ഈ കാര്യങ്ങളെല്ലാം അതിന്റെ നാശത്തിന്റെ വാതിലെത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. I know that some would say that this is not so, that in fact a new India is emerging, one that has developed a new identity and a new found pride and self-assertion. And to them I would like to say that if they are right, then we must all embrace the will of the nation and accept the new, even as it emerges from the ashes of the old. പക്ഷേ ഈ രാജ്യം നാശത്തിന്റെ പടിവാതിൽക്കലാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറയുമ്പോൾ ചിലർ പറയും, അല്ല, ഒരു പുതിയ ഇന്ത്യ ആവിർഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ ആത്മവിശ്വാസമുള്ള, സ്വയം ഉറപ്പുള്ള ഒരു ഇന്ത്യ ആവിർഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചിലർ പറയും. പക്ഷേ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, ഇന്ന് ഉത്ഭവിക്കുന്ന പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും, അല്ലാതെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. But let us first be clear about what we are accepting. ഇന്ന് പുതിയ ഇന്ത്യ ഉത്ഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെയാണ് സ്വീകരിക്കുന്നത്, എന്തിനെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് ആദ്യം തന്നെ നമുക്ക് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. Let us understand what the consequences of this acceptance are, and let us not be in any confusion over what this new nation that is being sold to us so vociferously stands for. ഇന്ന് ഒരു പുതിയ ഇന്ത്യ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരാശയക്കുഴപ്പവുമില്ലാതെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഇന്ത്യ എന്താണ്, ഈ ഇന്ത്യ എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. In this new nation, force asserts itself over righteousness. Laws are enacted bypassing the process of democracy and enforced upon people against their will. ഈ പുതിയ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ നന്മയേക്കാൾ ഉപരി ബലത്തിനാണ് പ്രാധാന്യം. ജനങ്ങളുടെ അഭിപ്രായത്തെ മറികടന്നുകൊണ്ട്, ജനാധിപത്യത്തെ മറികടന്നുകൊണ്ടാണ് ഈ പുതിയ ഇന്ത്യയിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. Lakhs and lakhs of farmers from across India protest for months against laws that are thrust upon them. Some of them die, some lose their sons, others are beaten and humiliated, called terrorists, anti-national, yet they continue their peaceful protest.
ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കർഷകർ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച നിയമങ്ങൾക്കെതിരെ മാസങ്ങളോളം ദിവസങ്ങളോളം നമ്മുടെ തെരുവുകൾ പൊരുതുകയുണ്ടായി. അവരിൽ കുറച്ചുപേർ മരിച്ചു, അവരുടെ മക്കൾ മരിച്ചു. പക്ഷേ അവരെ ദേശദ്രോഹികളെന്നും ഭീകരവാദികളും വിളിച്ചുകൊണ്ട് അവരുടെ ശബ്ദത്തെ അടിച്ചമർത്തുകയാണ് ഇവിടെ ചെയ്തത്. In this new nation, their voices remain unheard until the government is compelled to repeal the laws due to an upcoming election. ഒരു ഇലക്ഷന് മുന്നോടിയായി കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നിയമങ്ങൾ പിൻവലിക്കുന്നത് വരെ കർഷകരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ, അവരുടെ ശബ്ദം കേൾക്കാൻ ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല. In this new nation, an entire state is locked down without internet and phone services for months. Democracy is suspended for 9 million people as the government and the media celebrate. ഈ പുതിയ രാജ്യത്തിൽ ഒരു സംസ്ഥാനത്ത് ഇവിടെ തൽക്കാലത്തേക്ക് ജനാധിപത്യത്തെ പ്രവർത്തനരഹിതമാക്കിയിരിക്കുകയാണ്. 9 മാസത്തേക്ക് അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. 9 ദശലക്ഷം ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ജനാധിപത്യത്തെ എടുത്തു മാറ്റുകയാണ് ഈ പുതിയ ഇന്ത്യയിൽ ചെയ്യുന്നത്. Thousands go on hunger strike to demand their rights in Ladakh. They protest against Chinese encroachment on Indian land, but the government says nothing. ലഡാക്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധിക്കുന്നു. ചൈനയുടെ കടന്നുകയറ്റത്തിനെതിരെ, കൈയേറ്റത്തിനെതിരെ പ്രതിഷേധിക്കുന്നു. പക്ഷേ ഇതിനൊന്നും പ്രതികരിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. In this new nation, the Prime Minister's men speak haughtily about changing the constitution that was written with the blood of our freedom fighters and our martyrs. നമ്മുടെ രക്തസാക്ഷികളുടെയും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും രക്തം കൊണ്ട് എഴുതിയ ഇന്ത്യൻ ഭരണഘടനയെ മാറ്റുമെന്ന് പ്രധാനമന്ത്രിയുടെ ആളുകൾ അഹങ്കാരത്തോടു കൂടിയാണ് ഈ പുതിയ ഇന്ത്യയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. They treat the Constitution of India that upholds our rights of liberty, equality and brotherhood as an instrument of their own greed and ambition, as if it is a piece of paper worth nothing. നമ്മുടെ സ്വാതന്ത്ര്യവും സമത്വവും തുല്യതയും എല്ലാം ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയെ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് അവരുടെ അത്യാഗ്രഹത്തിനും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള ഒരു ഉപകരണത്തിനായി മാത്രം കാണുന്നു. ഇന്ത്യൻ ഭരണഘടനയെ ഒരു വെറും കടലാസ് കഷ്ണമായി മാത്രമാണ് ഈ ഗവൺമെന്റ് കാണുന്നത്. They seek to deprive Indian citizens of the laws that protect their rights and to weaken their participation in democracy. ഇന്ത്യൻ ജനങ്ങളുടെ നിയമങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്ന നിയമങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനും ഇന്ത്യൻ ജനങ്ങളുടെ ജനാധിപത്യത്തിലുള്ള പങ്കാളിത്തത്തെ ദുർബലമാക്കുവാനും വേണ്ടിയാണ് ഈ പുതിയ ഇന്ത്യയിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. This is the new India we are accepting today. ഇന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഉൾക്കൊള്ളുന്ന പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യയാണ്. In this new nation, voices of dissent are silenced. ഈ പുതിയ രാജ്യത്തിൽ എല്ലാ എതിർ ശബ്ദങ്ങളെയും അടിച്ചമർത്തുകയാണ്, നിശബ്ദമാക്കുകയാണ്. Like thugs who oppress those who raise their heads in protest, the government harasses, accuses and imprisons those who dares to speak against them. അവർക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ എങ്ങനെയാണോ കൊള്ളക്കാർ അടിച്ചമർത്തുന്നത്, അതുപോലെ ഗവൺമെന്റിനെതിരെ ശബ്ദിക്കുന്നവരെ അധിക്ഷേപിക്കുന്നു, അവരെ വേട്ടയാടുന്നു, അവരെ തടവിലാക്കുന്നു, അതുപോലെ തന്നെ അവരെ നിശബ്ദരാക്കുകയും ചെയ്യുന്നു. Students are arrested for expressing their opinion. Activists are raided and jailed. Journalists are sacked, beaten and imprisoned for reporting the truth. And much of the media is controlled by collaborators of a government that believes in false propaganda, silence and oppression. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വിദ്യാർത്ഥികളെ ജയിലിലടക്കുകയാണ്, ആക്ടിവിസ്റ്റുകളെ, പ്രവർത്തകരെ ജയിലിലടക്കുകയാണ്, ജേർണലിസ്റ്റുകളെ ചോദ്യം ചെയ്യുന്നവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയാണ് ഗവൺമെന്റ്. അതുപോലെ തന്നെ വ്യാജ പ്രചരണത്തിലൂടെ ഗവൺമെന്റ് സഹായിക്കുന്നത്, അവരുടെ പ്രവർത്തനങ്ങളിൽ അവരോടൊപ്പം ചേർക്കുന്ന കുറച്ചുപേരെ മാത്രമാണ് ഗവൺമെന്റ് സഹായിക്കുന്നത്. Opposition leaders are imprisoned and expelled from parliament with impunity. Government agencies that are meant to protect the law are turned into unlawful extortionists and used to silence dissent. പ്രതിപക്ഷ നേതാക്കളെയെല്ലാം പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയോ തടവിലാക്കുകയോ ചെയ്യുന്നു. അതുപോലെ തന്നെ ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ ഗവൺമെന്റ് ഏജൻസികളെ, നിയമപരമായ ഗവൺമെന്റ് ഏജൻസികളെ നിയമവിരുദ്ധമായ കൊള്ള സംഘങ്ങളാക്കി കൊള്ളക്കാരായി മാറ്റുകയാണ് ഈ പുതിയ ഇന്ത്യയിൽ ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. This is the new India we are accepting today. നമ്മൾ ഇന്ന് ഉൾക്കൊള്ളുന്ന പുതിയ ഇന്ത്യ എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്ന ഇന്ത്യയാണ്. In this new nation, uniformity of culture, religion and language is imposed
and diversity is stamped out for political gain. ഈ പുതിയ രാജ്യത്ത് ഏകരൂപത്തിലുള്ള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും മതങ്ങളുടെയും എല്ലാം ഏകരൂപം നമ്മളിൽ അടിച്ചേൽപ്പിക്കുകയും അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ തുടച്ചു നീക്കുകയും ചെയ്യുകയാണ്. Laws like the CAA are passed in order to segregate and fracture society. Students are attacked in the temples of their learning. Warring tribes massacre each other in the northeast while the government turns away simply because it brings political benefit to do so. സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്നതിനും വെള്ളൽ ഉണ്ടാക്കുന്നതിനും വേണ്ടി പൗരത്വ നിയമ ഭേദഗതി പോലെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കുകയാണ്. നോർത്ത് ഈസ്റ്റിൽ കുട്ടികളെ, വിദ്യാർത്ഥികളെ അവർ പഠിക്കുന്ന സ്ഥലത്ത് അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്യുകയാണ്. ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രശ്നമുണ്ടാകുമ്പോൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഗവൺമെന്റ് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. In this new nation, our history is rewritten. We are told what to wear, which language to speak, which gods to revere, and whole sections of society are singled out as traitors. This is the new India we are accepting today. ഈ പുതിയ ഇന്ത്യയിൽ നമ്മുടെ ചരിത്രം അവർ തിരുത്തി എഴുതുകയാണ്. നമ്മളോട് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് പറയുകയാണ്, ഏത് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുകയാണ്. നമ്മുടെ രാജ്യത്തെ മുഴുവൻ അവർ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. My sisters, in this new nation, those in power tell women what to wear. They propagate laws that demand women's movements to be registered with the police, and they claim the right to decide whom women can love and whom they can marry. ഈ പുതിയ ഇന്ത്യയിൽ സ്ത്രീകളോട് ഇവിടുത്തെ ഗവൺമെന്റ് ആണ് പറയുന്നത് എന്ത് ധരിക്കണം. വിമൻസ് മൂവ്മെന്റ്, സ്ത്രീകളുടെ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ അത് ഗവൺമെന്റിനോട് രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നു. ആരെ പ്രണയിക്കണം, ആരെ കല്യാണം കഴിക്കണം എന്നെല്ലാം ഈ പുതിയ ഇന്ത്യയിൽ അവരാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. The government protects rapists and defends the oppressors and abusers of women. They vilify victims of heinous crimes, using the entire strength of their administrations to question the characters of victims of abuse. സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവരെ, സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്നവരെ ഗവൺമെന്റ് യാതൊരു പ്രശ്നവുമില്ലാതെ സംരക്ഷിക്കുകയാണ്. അതുപോലെ ആരോപണങ്ങൾ നേരിടുന്ന സ്ത്രീകളെ അവർ അവരുടെ എല്ലാ സംവിധാനങ്ങളും, ഗവൺമെന്റിന്റെ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒരു ലജ്ജയുമില്ലാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Our Olympic medalists protest for days on the streets, begging to be heard, while their abuser is defended by the Prime Minister and his government. നമ്മുടെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ വനിതകൾ നിരത്തിൽ ദിവസങ്ങൾ ലൈംഗിക ആക്രമണം നേരിട്ടവർ അവർ പ്രതിഷേധിച്ചു. പക്ഷേ പ്രധാനമന്ത്രി അത് കേൾക്കാതെ അവരെ ആക്ഷേപിച്ചവരെ സംരക്ഷിക്കുകയാണ്, അവരോട് അതിക്രമം കാട്ടിയവരെ സംരക്ഷിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തത്. Women are molested and paraded naked before the entire nation in Manipur, and the government does nothing. ഇന്ത്യയിലെ സ്ത്രീകൾ മണിപ്പൂരിൽ അധിക്ഷേപിക്കപ്പെട്ട് ആക്രമിക്കപ്പെട്ട് നഗ്നരായി ഈ രാജ്യത്തിന്റെ മുമ്പിൽ അവരെ പരേഡ് ചെയ്യുമ്പോൾ ഈ ഗവൺമെന്റ് ഒന്നും അവർക്ക് വേണ്ടി ചെയ്തില്ല. Instead, our Prime Minister tells us that he is fighting for the rights of women, and we are told to believe him. അതിന് പകരം അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളോട് പറയുകയാണ് അദ്ദേഹം ഈ രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, അത് നമ്മൾ വിശ്വസിക്കണമെന്നും അദ്ദേഹം നമ്മളോട് പറയുകയാണ്. This is the new India we are accepting today. ഇന്ന് നമ്മൾ എല്ലാവരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഈ ഇന്ത്യയാണ്. In this new nation, policies are made for the benefit of the Prime Minister's monopolist friends, as the masses are pushed into unemployment and poverty. ഈ രാജ്യത്തെ ഏറ്റവും അധികം വരുന്ന സാധാരണക്കാർ തൊഴിലില്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിയെറിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിലെ നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് പ്രൈം മിനിസ്റ്ററിന്റെ, പ്രധാനമന്ത്രിയുടെ കുത്തക മുതലാളിമാരായ ഏതാനും ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ്. Public assets that belong to the people of India, assets that were built by the sweat and toil of our people, are handed to the Prime Minister's billionaire friends, one after the other with impunity. ഈ രാജ്യത്തെ ജനങ്ങളുടെ പൊതു ആസ്തികൾ, ഇന്ത്യയിലെ ആസ്തികൾ, ഈ രാജ്യത്തെ ജനങ്ങളുടെ വിയർപ്പും രക്തവും കൊണ്ടുണ്ടാക്കിയെടുത്ത ആസ്തികൾ പ്രധാനമന്ത്രിയുടെ കോടീശ്വരരായ സുഹൃത്തുക്കളുടെ കയ്യിലേക്ക് അവർ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Airports, ports, highways, vast tracts of public land, and whole sectors of industry like cement, power, and coal are virtually controlled by just a handful of businessmen close to the Prime ഈ Minister. രാജ്യത്തെ തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഹൈവേ, അതുപോലെ ഒരുപാട് ഭൂമികൾ, ഈ രാജ്യത്തെ പല വ്യവസായങ്ങളും എല്ലാം ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രിയോട് അടുപ്പമുള്ളവരുടെ ഒരാളുടെ നിയന്ത്രണത്തിലാണ് ഈ രാജ്യത്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
loans worth 16 lakh crore rupees are waived for these businessmen, while farmers, unable to afford their basic needs, commit suicide for a few thousand rupees they don't have the means to repay. കയ്യിൽ കുറച്ചായിരം രൂപ എടുക്കാൻ ആവശ്യമില്ലാതെ കഴിയില്ലാതെ പൈസ ഇല്ലാതെ ഈ രാജ്യത്തെ കർഷകർ ജീവൻ ഒടുക്കുമ്പോൾ, ആത്മഹത്യ ചെയ്യുമ്പോൾ 16 ലക്ഷം കോടി രൂപ വരുന്ന പ്രധാനമന്ത്രിയുടെ ബിസിനസ് സുഹൃത്തുക്കളുടെ ലോണുകളാണ് ഈ രാജ്യത്തെ എഴുതി തള്ളിയത്. In this new nation, prices of basic commodities, petrol, diesel, gas cylinders, food, anything the ordinary citizen needs to manage his life, touch the sky, crushing his livelihood and reducing him to penury. സാധാരണ മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാത്തിന്റെയും, ആഹാരത്തിന്റെയും ഇന്ധനത്തിന്റെയും ഗ്യാസ് സിലിണ്ടറിന്റെയും എല്ലാം വില ആകാശം മുട്ട ഉയരുമ്പോൾ ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലുമില്ലാതെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. The common man struggles to support his family as unemployment rates are the highest in 45 years. നമ്മുടെ രാജ്യത്ത് 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കുള്ള സാഹചര്യത്തിൽ സാധാരണ മനുഷ്യർ അവരുടെ കുടുംബവും ജീവിതവുമായി മുൻപോട്ട് പോകാൻ ഇവിടെ ബുദ്ധിമുട്ടുകയാണ്. Our growth rate falls from 7.5% to 5.9%. നമ്മുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 7.5% നിന്നും 5.9% താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. Our national debt rises from 55 lakh crores to 205 lakh crores. നമ്മുടെ ദേശീയ കടം എന്ന് പറയുന്നത് 55 ലക്ഷം കോടി രൂപയിൽ നിന്നും 205 കോടി രൂപയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. Our household savings drop drastically. നമ്മുടെ കുടുംബങ്ങളുടെ വീട്ടിലെ സമ്പാദ്യങ്ങൾ വളരെ അധികം താഴേക്ക് പോയിട്ടുണ്ട്. Yet we are fed false figures and we are told to celebrate our booming economy. ഈ സാഹചര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് സത്യമല്ലാത്ത കണക്കുകൾ തന്നിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ആഘോഷിച്ചോളൂ, ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുകയാണ്. In this new nation, when a pandemic strikes us, millions of migrant labor are thrown out of our cities on a day's notice. They are left to walk hundreds of kilometers towards their villages, risking death and disease with no support whatsoever. ഈ രാജ്യത്ത് ഒരു വലിയ പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ നമ്മുടെ ദശലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികളെ അവരെ ഈ രാജ്യത്ത് ഒരു സംരക്ഷണവും ഗവൺമെന്റിന്റെ ഒരു പിന്തുണയും കൊടുക്കാതെ അവർ തൊഴിൽ ചെയ്തിരുന്ന സിറ്റികളിൽ നിന്ന് നഗരങ്ങളിലേക്ക് അവർ നടക്കുകയായിരുന്നു. പലപ്പോഴും അവർ മരണത്തെ അതിജീവിച്ചുകൊണ്ട്, രോഗത്തെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ദശലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾ ആ പകർച്ചവ്യാധി കാലത്ത് മുൻപോട്ട് പോയത്. The whole nation watches scenes that they will never forget. A woman dying of fatigue before her children's eyes, leaving them orphaned on a railway platform in Bihar. A young girl cycling for hundreds of kilometers, carrying her father on the back of the cycle. A man hoisting his parents on his back, walking barefoot in the heat towards his village. കോവിഡിന്റെ കാലത്ത്, പകർച്ചവ്യാധിയുടെ കാലത്ത് ബീഹാറിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ തന്റെ മക്കളെ അനാഥരാക്കിക്കൊണ്ട് ക്ഷീണം കൊണ്ട് തകർന്നു വീണ് മരിച്ച ഒരു അമ്മയെ, തന്റെ പിതാവിന്റെ ശവം സൈക്കിളിന്റെ പുറകിൽ വെച്ചുകൊണ്ടുപോയ, മൃതശരീരം സൈക്കിളിന്റെ പിന്നിൽ വെച്ചുകൊണ്ടുപോയ ഒരു മനുഷ്യനെ, തന്റെ മാതാപിതാക്കളെ മുതുകിലേറ്റിക്കൊണ്ട് നടന്നുപോയ ഒരു ആൺകുട്ടിയെ, ഈ കാഴ്ചകളൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. The whole world watches dumbfounded as the Prime Minister and his government do nothing. This is the new India we are accepting today. പ്രൈം മിനിസ്റ്ററും അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും ഈ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ നമ്മുടെ ലോകം മുഴുവൻ നിശബ്ദരായി നോക്കി നിന്നു. നമ്മൾ മുഴുവൻ നിശബ്ദരായി നോക്കി നിന്നു. ആ പുതിയ ഇന്ത്യയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. In this new nation, corruption is institutionalized. ഈ പുതിയ രാജ്യത്ത് അഴിമതി എന്ന് പറയുന്നത് സ്ഥാപനവൽക്കരിച്ചിരിക്കുകയാണ്. The government passes an ordinance enabling electoral bonds so that political donations can be accepted anonymously from companies. കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് അവരുടെ പേര് വിവരം വെളിപ്പെടുത്താതെ സംഭാവന നൽകുന്നതിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾക്ക് വേണ്ടി, ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് നടപ്പിൽ വരുത്തി. It then coerces, harasses and raids companies to extort donations from them. One company's valuation is lower than the amount it donates to the ruling party. Others have cases opened against them
before they make hefty donations and suddenly their problems vanish. കമ്പനികളെ ഭീഷണിപ്പെടുത്തുകയും റെയ്ഡ് നടത്തുകയും ചെയ്താണ് അവരിൽ നിന്ന് വലിയ വലിയ തുക സംഭാവനയായി ഗവൺമെന്റ് വാങ്ങുന്നത്. ഒരു കമ്പനി ഗവൺമെന്റ് നൽകിയ സംഭാവനയേക്കാൾ വളരെ കുറവായിരുന്നു ആ കമ്പനിയുടെ മൂല്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പനികൾ വളരെയധികം വിലപിടിപ്പുള്ള വളരെയധികം വലിയ വലിയ സംഭാവനകളാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഗവൺമെന്റിന് നൽകിയത്. Many appear to donate in exchange for business deals and contracts. The list is endless. When the courts force the government to disclose the list of donations, the Prime Minister and the entire nation's media lie to us, and they tell us that the whole scheme was made to ensure transparency in the first place, and we are expected to believe them. പല കമ്പനികളും ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന നൽകിയതിന്റെ ഫലമായി അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ കരാറുകളും മറ്റും കിട്ടി. ഈ ആരാണ് സംഭാവന നൽകിയതെന്ന് വെളിപ്പെടുത്തിയ കോർട്ട് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് നമ്മളോട് പറയുന്നില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു ഇതെല്ലാം സത്യമാണ്. രാഷ്ട്രീയത്തിൽ സുതാര്യത കൊണ്ടുവരുന്നതിന് വേണ്ടി, രാഷ്ട്രീയത്തെ ശുദ്ധമാക്കുന്നതിന് വേണ്ടിയാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുന്നതെന്ന് ഗവൺമെന്റ് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. This is the new India we are accepting today. ഇന്ന് നമ്മൾ അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യയാണ്. In this new nation, institutions are brought to their knees, the judiciary is bullied, and those entrusted with the protection of our freedoms are made to fall silent. ഇന്നത്തെ രാജ്യത്തെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവർ മുട്ടിലിഴക്കുകയാണ്, ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുകയാണ്. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട സ്ഥാപനങ്ങളെല്ലാം ഈ രാജ്യത്ത് നിശബ്ദമായി മാറിയിരിക്കുകയാണ്. Elected governments are bought and sold at the will of our Prime Minister. പ്രധാനമന്ത്രിയുടെ ഇഷ്ടം പോലെ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റുകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പുതിയ ഇന്ത്യയിൽ. Hundreds of crores are offered to elected representatives to switch sides as the media and other institutions egg them on. We are told this is the power of one man's rule and we bear it silently. This is the new India we are accepting today. ആയിരക്കണക്കിന് കോടികൾ രൂപ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് പാർട്ടി മാറുന്നതിനും കൂറുമാറുന്നതിനും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മീഡിയയും മറ്റും ഈ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ, മാധ്യമങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിതരാകുകയാണ്. നമ്മൾ ജീവിക്കുന്ന പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യയാണ്. Today, people whisper among each other that it is better to keep their heads down and remain silent. ഈ പുതിയ ഇന്ത്യയിൽ ആളുകൾ പരസ്പരം മുറുമുറുക്കുകയാണ്, മന്ത്രിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തല കുനിച്ചു പിടിച്ച് നിശബ്ദരായിരിക്കുന്നതാണ് നല്ലത് എന്ന് ആളുകൾ പരസ്പരം പറയുകയാണ്. They ask themselves what would happen to them if they joined in the dissent. ഇതിനെതിരെയുള്ള വിയോജിപ്പിൽ, പ്രതിഷേധത്തിൽ ഞങ്ങൾ അണിചേർന്നാൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് അവർ സ്വയം ചോദിക്കുകയാണ്. They excuse themselves by saying that there is no alternative. ഈ സാഹചര്യത്തിൽ ഈ പുതിയ ഇന്ത്യക്ക് മറ്റൊരു ബദലില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രതിഷേധത്തിൽ അണിചേരുന്നതിൽ നിന്ന് നമ്മൾ നമ്മളെ തന്നെ ഒഴികഴിവ് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ്. But sometimes, my sisters and brothers, it takes the force of a storm rattling the rafters of our homes, its gusts shaking down the roofs of our aspirations and gutting our foundations, for us to awaken from our complacency and gather the strength to protect the ideals we believe in. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ കടുക്കോലുകൾ ഇളക്കി കഴിയുന്ന കൊടുങ്കാറ്റുകൾ നമുക്ക് വേണം. നമ്മുടെ ഇളക്കി മറിക്കുന്ന നമ്മുടെ വീടിനെ, നമ്മുടെ പ്രതീക്ഷകളെ, നമ്മുടെ അഭിലാഷങ്ങളെ ഇളക്കി മറിക്കുന്ന ചില കൊടുങ്കാറ്റുകളും കാറ്റുകളും നമ്മുടെ അടിത്തറ ഇളക്കുന്ന ചില സാഹചര്യങ്ങളും വേണം. എല്ലാം ശരിയാണ്, ഇപ്പോഴത്തെ അവസ്ഥ ശരിയാണ് എന്ന് ചിന്തിക്കുന്ന മനോഭാവത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവന്ന് നമുക്ക് ശക്തി നൽകുന്നതിന് ചില കൊടുങ്കാറ്റുകൾ അനിവാര്യമാണ്. Standing here 10 years into the rule of a racist, fascist and oppressive government, I have no hesitation in saying to you that we are at this moment in our nation's history standing in the eye of such a storm. ഇന്ന് 10 വർഷം റേസിസ്റ്റായ, വംശീയ വിദ്വേഷമുണ്ടാക്കുന്ന, ഫാസിസ്റ്റായ, അടിച്ചമർത്തുന്ന ഒരു ഗവൺമെന്റിന്റെ ഭരണശേഷം ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. ഒരു വലിയ കൊടുങ്കാറ്റിന്റെ ഇടയിലാണ് ഇന്ത്യക്കാരായ നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നതെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. A storm that is wreaking havoc on the soul of India. ഇന്ത്യയുടെ ആത്മാവിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിനെയാണ് നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. And I have no hesitation
in saying to you that the time has come for each one of you to awaken. എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഉയർത്തെഴുന്നേറ്റ് ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കാനുള്ള സമയം വന്നിരിക്കുന്നു എന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല. As the great American leader Dr. Martin Luther King once said, the time has come to ask yourselves, what will happen to you if you do not stand up for what is right today? ഒരു മഹാനായ അമേരിക്കൻ നേതാവായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ അത് സ്വയം ചോദിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് എന്ത് സംഭവിക്കും? ശരിക്ക് വേണ്ടി ശരിയോടൊപ്പം നിൽക്കാൻ നമുക്ക് ഇന്ന് സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന ചോദ്യം സ്വയം ചോദിക്കാനുള്ള സമയം ഇന്നായിരിക്കുകയാണ്. In the Srimad Bhagavad Gita, Lord Krishna taught us to set aside fear, greed and ego and embrace the way of love, compassion and humility. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അഹംഭാവവും ദേഷ്യവും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വിനയത്തെ, അനുകമ്പയെ ഉൾക്കൊള്ളാൻ, ഭയമില്ലാതെ ജീവിക്കാൻ അദ്ദേഹം ഭഗവത്ഗീതയിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. How can we watch in silence while our beloved country is overrun by the untamed ego, greed and ruthless arrogance of the BJP, its allies and its supreme leader? ബിജെപിയുടെയും ബിജെപിയുടെ സഖ്യകക്ഷികളുടെയും ബിജെപിയുടെ പരമപ്രധാന നേതാവിന്റെയും അഹംഭാവം കൊണ്ട് നമ്മുടെ ഈ രാജ്യം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ അത്യാഗ്രഹം കൊണ്ട്, അവരുടെ വളർച്ചയിലുള്ള താല്പര്യം കൊണ്ട് ഈ രാജ്യം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നിശബ്ദരായി നോക്കി നിൽക്കാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. How can we, the nation with the youngest population in the world, allow election after election to be decided on irrelevant and divisive issues rather than force our leaders to focus on the struggles, the needs and the aspirations of billions of Indians? ഈ രാജ്യത്ത്, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള നമ്മൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഇലക്ഷന് ശേഷം, ഓരോ തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ തെരഞ്ഞെടുപ്പും രാജ്യത്ത് അപ്രസക്തമായ, രാജ്യത്തെ വിഭജിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ തെരഞ്ഞെടുപ്പ് നടത്താൻ നമുക്ക് എങ്ങനെ അത് അനുവദിക്കാൻ സാധിക്കും? രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ അപ്രസക്തമായ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നമുക്ക് സമ്മതിക്കാൻ സാധിക്കില്ല. Brothers and sisters, there is a great battle taking place across our nation today. On one side stand those who want to distract you, divide you and use your power to fulfill their own greed. On the other side stand those who are begging you to unite, to focus on your own future and take your power back into your own hands. നമ്മുടെ രാജ്യത്തെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഒരു വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് തിരിച്ചു മാറ്റാൻ, നിങ്ങളെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു വശത്ത് നിന്ന് യുദ്ധം ചെയ്യുകയാണ്. മറുവശത്ത്, ഈ വശത്ത് ഞങ്ങളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഇവരിൽ നിന്ന് നിങ്ങളുടെ ശക്തി തെരഞ്ഞെടുത്ത് തിരിച്ചു പിടിച്ച് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ഈ സൈഡിൽ നിന്ന്, ഈ മറുവശത്ത് നിന്ന് മറ്റു ശക്തിയോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. On one side stand the forces of this new version of India, and on the other stand those who fight for the India that was built from the toil of our people and the blood of our martyrs. ഒരു വശത്ത് നിൽക്കുന്നത് ഈ ഇന്ത്യയുടെ പുതിയ പതിപ്പിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യരാണ്. മറുവശത്ത് നിൽക്കുന്നത് നമ്മുടെ രക്തസാക്ഷികളുടെ രക്തവും വിയർപ്പും കൊണ്ട് പടുത്തുയർത്തുണ്ടാക്കിയ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് മറുവശത്ത് ഈ യുദ്ധത്തിൽ നിൽക്കുന്നത്. In this land of Mahatma Gandhi and Sri Narayan Guruji, this land of the great people of Kerala that celebrate Vishu and Onam and Eid and Easter, this land of harmony and plurality, of equality and education, I implore you to recognize that this election is no mere election. ഈ രാജ്യത്ത് മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെ രാജ്യത്ത് വിഷുവും ഈസ്റ്ററും റംസാനും ഓണവും ഈദും എല്ലാം ആഘോഷിക്കുന്ന ഈ രാജ്യത്ത്, വൈവിധ്യങ്ങളുടെ രാജ്യത്ത്, ഈ സാഹോദര്യങ്ങളുടെ രാജ്യത്ത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറും ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല. It is a fight for the soul of this great nation. ഈ രാജ്യത്തിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പോരാട്ടമാണ്, ഇന്ത്യയുടെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. It is a fight for a democratic India that stood valiantly against tyranny and inequality. It is a fight for the freedom we once took for granted. It is a fight for hope
It is a fight for all that is right. ദുർഭരണത്തിനെതിരെ, സാമ്രാജ്യത്തിനെതിരെ, അസമത്വത്തിനെതിരെ പോരാടിയ ഒരു ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു ഫൈറ്റാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. നമ്മൾ ഒരിക്കൽ വളരെ പ്രാധാന്യം നൽകിയിട്ടില്ലാഞ്ഞ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടമാണ്. നമ്മുടെ പ്രതീക്ഷകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. India does not need hatred and anger. It needs unity to survive. It needs love to hold its diverse cultures together. It needs real progress permeating down to each citizen to fulfill the dreams of its millions of young men and women. It needs dissent and justice and equality, and it needs 1 billion voices to speak their own truths with freedom and fearlessness in order to stand among the great nations of the world and give its children the future they deserve. ഇന്ത്യക്ക് വേണ്ടത് വെറുപ്പും വിദ്വേഷവുമല്ല. ഇന്ത്യക്ക് വേണ്ടത് സ്നേഹമാണ്, മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന സ്നേഹമാണ്. ഇന്ത്യക്ക് വേണ്ടത് ഐക്യമാണ്. ഇന്ത്യക്ക് വേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ശബ്ദമാണ്, കോടിക്കണക്കിന് മനുഷ്യരുടെ ശബ്ദമാണ്. ഈ രാജ്യത്തിന് മുൻപോട്ട് പോകാൻ, ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും മുൻപോട്ട് പോകാൻ, ഒരുമിച്ച് നിൽക്കാൻ ഇന്ത്യക്ക് വേണ്ടത് ഇതൊക്കെയാണ്, മറിച്ച് വെറുപ്പും വിദ്വേഷവുമല്ല. So my sisters and brothers, as I stand before you today on our motherland, this land that all of us love so dearly, I want to remind you that you have an onerous responsibility towards your country today. ഇന്ന് നിങ്ങളുടെ മുൻപിൽ നമ്മുടെ മാതൃഭൂമിയിൽ നിന്ന് നമുക്കെല്ലാം നൽകിയ നമ്മുടെ രാജ്യത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ ഇന്ത്യയോട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. The choice you make in a few days will determine which side will win this battle for India's soul. രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടി നടക്കുന്ന യുദ്ധത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് തീരുമാനിക്കും ഈ രാജ്യത്തിന് വേണ്ടിയുള്ള, രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ആരാണ് ജയിക്കുന്നതെന്ന്. Choose with the force of dharma in your hearts and the power of truth in your beings. Choose wisely and choose well. നന്നായി തീരുമാനിക്കുക, ബുദ്ധിപരമായി തീരുമാനിക്കുക. നിങ്ങളുടെ മനസ്സിൽ ധർമ്മത്തിന്റെ ശക്തിയോടുകൂടി, സത്യത്തിന്റെ ധൈര്യത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരുടെ പക്ഷമാണെന്ന് ബുദ്ധിമാന്മാരുമായി തെരഞ്ഞെടുക്കുക. The future of our great nation, for which your forefathers and our forefathers fought, is in your hands today. നമ്മുടെ പൂർവ്വപിതാമഹന്മാർ, നമ്മുടെ പൂർവികർ ഏത് രാജ്യത്തിന് വേണ്ടി പോരാടിയോ ആ രാജ്യത്തിന്റെ ഭാവി എന്റെയും നിങ്ങളുടെയും കയ്യിലാണിന്ന്. Thank you for listening to me so carefully, and I hope that the words I have spoken will remain in your hearts and your minds when you go to vote in a few days. I hope you will vote for the India that we all love, for a strong future for us and for your children. Thank you. നിങ്ങൾ വളരെ നന്ദിയോടും കൂടി ശ്രദ്ധയോടും കൂടി ഞാൻ പറഞ്ഞത് കേട്ടിരുന്നതിന് നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമ്മളുടെ ഭാവിക്ക് വേണ്ടി, നമ്മളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ കൃത്യമായൊരു തെരഞ്ഞെടുപ്പ് തന്നെ നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. Now I invite Sri P.B. Moidu to present a memento to Priyanka ji, mentioning the religious harmony, the history of Kodungalur. ശ്രീ മുജീബ് UDF കൺവീനർ അവരെ ക്ഷണിക്കുന്നു. ബഹുമാനമുള്ളവരെ, ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്കാജി ഉൾപ്പെടെയുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെയും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ആരും റോഡിലേക്ക്